بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. له مقاليد السماوات والأرض يبسط الرزق لمن يشاء ويقدر، إنه بكل شيء عليم. شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه. كبر على المشركين ما تدعوهم إليه. الله يجتبي إليه من يشاء ويهدي إليه من ينيب. وما تفرقوا إلا من بعد ما جاءهم العلم بغيا بينهم، ولولا كلمة سبقت من ربك إلى أجل مسمى لقضي بينهم، وإن الذين أورثوا الكتاب من بعدهم لفي شك منه مريب. فلذلك فادع واستقم كما أمرت ولا تتبع أهواءهم، وقل آمنت بما أنزل الله من كتاب وأمرت لأعدل بينكم الله ربنا وربكم لنا أعمالنا ولكم أعمالكم لا حجة بيننا وبينكم، الله يجمع بيننا وإليه المصير. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. أزكى الصلاة مع السلام المنتشر، ما لاح نجم والدياجي تعتكر، تترى على خير البنين من مضر، من بين رسل الله وسيط الدرر، بحر العطايا المصطفى العالي القدر، أهل الشفاعة خير من جاء بالزبر، ركن الهدى وبل الندى وهو البدر، بتمامه ولنوره استحيا القمر. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ബഹുവന്യരായ ഉസ്താദുമാരെ, കാരണവന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറ 11 ആയത്തുകളാണ്
ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത്. ഇന്ന് ഓതിവെച്ച 4 ആയത്തുകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിലും സമൂഹത്തിലും വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ലഹു മഖാലിദുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുകൾ അല്ലാഹുവിന് അവകാശപ്പെട്ടത്. ആ ഖജാനകളുടെ താക്കോലുകൾ അല്ലാഹുവിന്റെ പക്കലാണ്. യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അല്ലാഹു ഉദ്ദേശിക്കുന്നവന് അല്ലാഹു റിസ്ഖ് വിശാലമാക്കി കൊടുക്കും. വയഖ്ദിറു, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു അളവനുസരിച്ച് ചുരുക്കി കൊടുക്കും. ആർക്ക് ഏത് രൂപത്തിൽ കൊടുക്കണമെന്നുള്ളത് അല്ലാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗമാണ്. വിശാലമായി കൊടുത്താൽ ഖൈറുള്ള ആളുകൾക്ക് അല്ലാഹു വിശാലമാക്കി കൊടുക്കും. ചുരുക്കി കൊടുക്കുന്നത് ഖൈറുള്ള ആളുകൾക്ക് അല്ലാഹു ചുരുക്കി കൊടുക്കും. അതുകൊണ്ട് കൂടുതൽ കിട്ടിയവരും കിട്ടിയത് കുറച്ചുള്ളവരും രണ്ടുപേരും അല്ലാഹുവിന്റെ അടുക്കൽ നല്ലവർ തന്നെയാണ്. എനിക്ക് അല്ലാഹു തന്നത് മതിയായിട്ടില്ല എന്ന ഒരു ധാരണ വേണം. കൂടുതൽ തന്നാൽ ഒരു പക്ഷേ നീ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനാണ് അല്ലാഹു ലിമിറ്റ് ചെയ്തത്. വയഖ്ദിറു, കണക്കാക്കി തന്നു. ഇന്നഹു ബികുല്ലി ശൈഇൻ അലീം, എല്ലാ കാര്യങ്ങളെക്കൊണ്ടും അല്ലാഹു തആല സർവജ്ഞനാണ്. ഓരോന്നും ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യാനുള്ള അറിവ്, കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കാനുള്ള തികഞ്ഞ അറിവ് അല്ലാഹുവിനുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടിയതിലും തനിക്ക് അല്ലാഹു തന്നതിലും തുലനം ചെയ്ത് കൂടുതലായി എന്നോ കുറവായി എന്നോ പരാതിപ്പെടരുത്. ഇനിയും അല്ലാഹു തആല തരാം. ഖജനാവ് അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. താക്കോലുകൾ അല്ലാഹുവിന്റെ പക്കലാണുള്ളത്. അത് തുറക്കാനുള്ള വഴികൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ ഈ ഒരു ആയത്തിന്റെ തഫ്സീറിൽ തന്നെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉതീതു ബിമഫാത്തിഹി ഖസാഇനിൽ അർള്, ഭൂമിയിലെ നിധിശേഖരങ്ങളുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടു. മക്കയിലെ മാത്രമല്ല, ഭൂമിയിലെ മൊത്തം നിധിശേഖരങ്ങളുടെ താക്കോലുകൾ അല്ലാഹു എനിക്ക് വെളിവാക്കി തന്നു. ഞാൻ പറഞ്ഞു ലാ, വേണ്ട. അല്ലാഹു തആല പരീക്ഷണത്തിന് തന്നതല്ല, എടുക്കാൻ വേണ്ടി തന്നു. പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ബൽ അജൂഉ യൗമൻ വഅശ്ബഉ യൗമൻ, ഒരു ദിവസം ഞാൻ വിശപ്പിലായി കടിയും, മറ്റൊരു ദിവസം പാകത്തിന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പൊ ഭൂമിയുടെ ഖജനാവുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകി, വെളിവാക്കി കൊടുത്തു. വേണ്ടാന്ന് പറഞ്ഞു. ഈ മഖാലീദിനെ സംബന്ധിച്ച് ഹാഫിദ് ഇബ്നു കസീറും ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയും ഒക്കെ
കൊണ്ടുവന്ന വിശദീകരണങ്ങളിൽ അള്ളാഹുവിന്റെ മഖാലീദ്, ആകാശഭൂമികളിലെ മഖാലീദ് എന്നത് ചില വചനങ്ങളായി വിശദീകരിച്ചിട്ടുണ്ട്. ആ വചനങ്ങൾ അള്ളാഹുവിന്റെ തൗഹീദും മഹത്വവും വിളിച്ചു പറയുന്ന വചനങ്ങളാണ്. അത് മൊഴിയുന്ന ആളുകൾക്ക് അല്ലാഹു തആല ആ ആകാശഭൂമികളിലെ ഖജാനകളിലുള്ളത് നൽകും. അവിടെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കൊണ്ടുവരുന്നത്. മഹാനവർകൾ ചോദിച്ചു, ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ് എന്ന ആയത്തിന്റെ താല്പര്യം എന്താണ്? ഇത് ഇവിടെ മാത്രമല്ല, മറ്റൊരു സ്ഥലത്തും ഇതേ ആയത്തുണ്ട്. സൂറത്തു സുമറിൽ ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജനാവുകൾ അല്ലെങ്കിൽ ഖജനാവുകളുടെ താക്കോലുകൾ അല്ലാഹുവിനാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മാ സഅലനി അൻഹാ അഹദുൻ ഖബ്ലക യാ ഉസ്മാൻ. ഉസ്മാൻ അവർകളെ, നിങ്ങൾക്ക് മുമ്പ് ഈ ആയത്ത് സംബന്ധമായി എന്നോട് ആരും ചോദിച്ചിട്ടില്ല, അതിന്റെ വിശദീകരണം ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ അവ്വലു വൽ ആഖിറു വൽ വൽ ബാത്തിനു യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് മഖാലീദുസ് സമാവാതി വൽ അർദ്. ഈ ദിക്റുകൾ, ഇതിന് പരിചയമില്ലാത്ത ദിക്റൊന്നുമില്ല, ഒക്കെ അറിയുന്ന ചെല്ലുന്ന ദിക്റൻ. എന്നിട്ട് തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മൻ ഖാലഹാ കുല്ല യൗമിൻ മിഅത മറ, ഈ ദിക്ർ ഒരു ദിവസം 100 പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ ഉഅ്തിയ ബിഹാ അശ്റു ഖിസാൽ, 10 കാര്യങ്ങൾ അവന് നൽകപ്പെടും ആ ദിക്ർ കാരണമായി. ഒന്നാമത്തെ കാര്യം, ഫയഗ്ഫിറു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അല്ലാഹു തആല അവന് ആത്മീയമായി ശുദ്ധി നൽകുകയാണ്. മുൻകഴിഞ്ഞ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കും. അഥവാ ലഹു ബറാഅത്തുൻ മിനന്നാർ, നരകമോചനം അവന് കണക്കാക്കപ്പെടും, എഴുതപ്പെടും. മൂന്നാമത്തെ കാര്യം, കാവൽ നൽകുന്ന 2 മലക്കുകളെ അല്ലാഹു ചുമതലപ്പെടുത്തി കൊടുക്കും. നാലാമത്തത്, കൂമ്പാരക്കണക്കിന് കൂലി അല്ലാഹു അവന് നൽകും. അഞ്ചാമത്തത്, ഫയകൂനു ലഹു അജ്റു മൻ അഅതഖ മിഅത റഖബത്തിൻ മുഹററത്തിൻ മിൻ വൽദി ഇസ്മാഈൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മക്കൾ അവരാണ്. അവരിൽ നിന്ന് 100 അടിമകളെ മോചിപ്പിച്ച കൂലി നൽകും. ആറാമത്തത്, ഫയുസവ്വജു മിനൽ ഹൂരിൽ ഈൻ, ഹൂരികളിൽ നിന്ന് അല്ലാഹു അവന് വിവാഹം ചെയ്തു കൊടുക്കും. ഏഴാമത്തത്, ഫയുഹറസു മിൻ ഇബ്ലീസ വജുനൂദിഹി, ഇബ്ലീസിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും അവന് കാവൽ ലഭിക്കും. എട്ടാമത്തത്, ഫയുഖഅദു അലാ റഅസിഹി താജുൽ വഖാർ, അവന്റെ തലഭാഗത്ത് ബഹുമാനത്തിന്റെ കിരീടം ധരിപ്പിച്ചു കൊടുക്കും. വമ്മത്താസിയതു, 9ാമത്തത്, ഫയകൂനു മാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൂടെ ചേരാൻ മരണാനന്തരം അല്ലാഹു അവസരം കൊടുക്കും. 10ാമത്തത്, ഫയുശഫഉ ഫീ 70 റജുലൻ മിൻ അഹ്ലി ബൈതിഹി, സ്വന്തക്കാരിൽ നിന്ന് 70 ആളുകളിൽ അവന്റെ ശുപാർശ സ്വീകരിക്കും.
ഈ ദിക്റിനെ പറ്റി പറഞ്ഞിട്ട് ഈ മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, യാ ഉസ്മാൻ ഇനിസ്തതഅത, സാധ്യമെങ്കിൽ ഫലാ യഫൂതുക യൗമൻ മിനദ്ദഹർ, ഒരു ദിവസം പോലും ഇത് നീ മുടക്കരുത്, നഷ്ടപ്പെടുത്തരുത്. 100 പ്രാവശ്യം ഈ പറഞ്ഞ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എത്ര സമയം വേണമെന്നാണ്. പക്ഷേ എത്ര സമയം എടുത്താലും ഭാഗിച്ച് വ്യത്യസ്ത സമയങ്ങളിൽ ചൊല്ലിയാലും 100 എണ്ണമാകും. ഒരേ ഇരിപ്പിന് ചൊല്ലിയിട്ടില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ യുഹീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 മഹത്വങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഉസ്മാനെ സാധ്യമെങ്കിൽ ഒരു ദിവസവും നഷ്ടപ്പെടുത്തരുത്. തഫുസ് ബിഹാ മിനൽ ഫായിസീൻ, വിജയികളെ കൂട്ടത്തിലായി നിങ്ങൾ വിജയിക്കും. വതസ്ബിഖു ബിഹൽ അവ്വലീന വൽ ആഖിരീൻ, പൂർവികരെയും പിൽക്കാലക്കാരെയും മുൻകടക്കാൻ കഴിയും. ദാക്കിരീങ്ങൾക്ക് അങ്ങനെ മഹത്വമുണ്ട്. ദിക്ർ കൊണ്ട് അല്ലാഹു തആല സാധ്യമാക്കി തരാത്തതൊന്നുമില്ല. ദിക്ർ ചൊല്ലിയിട്ട് എമ്പാടും ഐശ്വര്യം വാങ്ങിയവരുണ്ട്, മനസ്സമാധാനം വാങ്ങിയവരുണ്ട്, അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം നേടിയവരുണ്ട്, അവരവരുടെ കൃഷികളിൽ വലിയ നേട്ടം കൊയ്തവരുണ്ട്, കുടുംബ ജീവിതത്തിൽ വലിയ ഹൈറുണ്ടാക്കിയവരുണ്ട്, കടങ്ങൾ വീട്ടിയവരുണ്ട്. എല്ലാറ്റിനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ സാഹചര്യം അനുസരിച്ച് ദിക്ർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് എപ്പോഴും വീട്ടിലേക്ക് വരാൻ കഴിയാത്തവരാണെങ്കിൽ അവരോട് പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, കടം എന്ന് പറയുന്നത് ഒരു ഭാരിച്ച ചുമതല തന്നെയാണ്. അപ്പൊ അത് വീടാൻ കടമുണ്ട് എന്ന് പരാതി ഒന്ന് പറഞ്ഞപ്പോ നബി തങ്ങളൊരു പണി കൊടുത്തു എന്ന് മനസ്സിലാക്കരുത്. അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, അള്ളാഹുവിലേക്ക് വിനയം പ്രകടിപ്പിക്കലും അതോടൊപ്പം ഉദ്ദേശ്യം നേടിയെടുക്കലും. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്ന് ചൊല്ലാൻ പഠിപ്പിച്ചു. ചൊല്ലിക്കോളും. നിത്യേന വീട്ടിൽ വരുന്ന ആളാണെങ്കിൽ അയാളോട് പറഞ്ഞു, ഒരാളോട് വീട്ടിലേക്ക് അങ്ങനെ പോകും, ഉമ്മരപ്പടിയിൽ അവിടെ നിൽക്കുക, ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ഒരു പതിവാണ്. വേറെ ചിലരോട് പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തൂതിൽ മുൽക മൻ തശാ എന്ന് തുടങ്ങുന്ന ആയത്തൂരിക്കൊള്ളി. അപ്പൊ പരിഹാരം പറഞ്ഞു കൊടുത്തതൊക്കെ ദിക്റുകളാണ്. ഞാൻ ആ ഭാഗം തന്നെ പറഞ്ഞാൽ തീരൂല. മകനെ കാണാനില്ല, ദിക്റ് ചൊല്ലാനാ പറഞ്ഞു. പോയി തെരഞ്ഞോളൂ എന്നല്ല, ദിക്റ് ചൊല്ലാൻ. ദിക്റ് ചൊല്ലിയിട്ട് കിട്ടിയോ? എമ്പാടും കിട്ടി. മകനെ മാത്രല്ല കിട്ടിയത്, 100 ഒട്ടകവും കൂടെ കിട്ടി. അപ്പൊ നമുക്ക് തിരക്കിടില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? 100 ഒട്ടകവും കൂടെ കിട്ടി എന്ന് പറയുമ്പോ നമുക്കൊക്കെ ഒരു വെളിച്ചം. അത് തിരക്കിടില്ല. അത് ദിക്റങ്ങൾ ചൊല്ലിയപ്പോ അല്ലാഹു തആല കൊടുക്കുമ്പോ അങ്ങനെയാണല്ലോ. റബ്ബ് തആല നന്മ ചെയ്ത ആളുകൾക്ക് അതിന് നല്ല പ്രതിഫലം കൊടുക്കുന്നതിന്റെ കൂടെ വസിയാദ, കൂടുതലും കൊടുക്കുന്നുണ്ട്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് നല്ല സവാബ് അല്ലാഹു കൊടുക്കും. വസിയാദ, കൂടുതലും കൊടുക്കും. ആ കൂടുതലിൽ പെട്ടതാണ്. മകനെ കാണാതായി പരാതി പോയി പറഞ്ഞപ്പോ ദിക്റ് ചൊല്ലാനാ പറഞ്ഞത്. അപ്പൊ എല്ലാ വിഷയങ്ങൾക്കും ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ച തഫ്സീറിന് തങ്ങൾ മറുപടി കൊടുത്തതാണ്. അല്ലാഹുവിന്റെ മഹത്വങ്ങളാണ് ആകാശഭൂമികളിലും വിളിച്ചറിയിക്കുന്ന മഹത്വങ്ങൾ. തൊട്ടു ശേഷം പറയുന്നത് യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് വിശാലമാക്കിയും പരിമിതമാക്കിയും അല്ലാഹു നൽകും.
ഇന്നഹു ബികുല്ലി ശൈഇൻ അലീം. എല്ലാ കാര്യങ്ങളെ കൊണ്ടും അല്ലാഹു സർവജ്ഞാനിയാണ്. സഹോദരിമാരെ, ദിക്ർ ചൊല്ലാൻ കഴിവുള്ളവർ ദിക്ർ പതിവാക്കണം, ചൊല്ലണം. ശേഷം അല്ലാഹു പഠിപ്പിക്കുന്നത് ഒരു വലിയ വസിയ്യത്താണ്. നമ്മളോട് എല്ലാവരോടുമുള്ള വസിയ്യത്ത്. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോടുള്ള വലിയൊരു നിർദ്ദേശം. ആദ്യം അത് ബന്ധിച്ചത് സ്വഹാബത്തിനോടാണ്, പിന്നെ ശേഷമുള്ളവരോടും. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹാ. ദീനിൽ അല്ലാഹു നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു നൽകിയ വസിയ്യത്ത്. വല്ലദീ ഔഹൈനാ ഇലൈക്, തങ്ങളിലേക്ക് നാം നൽകിയ വഹയും. വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ, ഇബ്രാഹിം നബിയോട് നാം നിർദ്ദേശിച്ച നിർദ്ദേശവും. വമൂസ, മൂസ അലൈഹിസ്സലാമിനോടും. വഈസ, ഈസ അലൈഹിസ്സലാമിനോടും. ഉലുൽ അസ്മുകൾ 5 നബിമാരെയാണ് എണ്ണിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം. വലിയ ശരീഅത്തിന്റെ മഹാന്മാർ ഇവരാണ്. അമ്പിയാക്കളിൽ കൂടുതൽ അനുയായികളുള്ള പ്രവാചകന്മാരും ഈ 5 ആളുകളാണ്. ആ 5 എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ശരീഅത്തും അവിടുത്തെ ദീനും അവിടുത്തെ അനുയായികളും അധികമാണ്. അതുകൊണ്ടാണ് തങ്ങളോട് അല്ലാഹു പറഞ്ഞത് ഇന്നാ അഅ്തൈനാകൽ കൗസർ. എല്ലാ വിഷയത്തിലും തങ്ങൾക്ക് നാം അധികം തന്നിരിക്കുന്നു. ഏതിലാ കുറവുള്ളത്? മുഅ്ജിസാത്ത് ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഔലിയ ഏറ്റവും അധികമുള്ളത് അവിടുത്തെ ഉമ്മത്തിലാണ്. ഉലമാക്കൾ ഏറ്റവും അധികമുള്ളത് അവിടുത്തെ ഉമ്മത്തിലാണ്. ശുഹദാക്കൾ ഏറ്റവും അധികമുള്ളത് അവിടുത്തെ ഉമ്മത്തിലാണ്. സന്താന പരമ്പര ലോകത്ത് ഏറ്റവും അധികമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സന്താന പരമ്പര എപ്പോഴും അവസാനിച്ചിട്ടില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു അടുത്ത സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വന്നു എന്നല്ല അർത്ഥം. അങ്ങനൊക്കെ കുറെ വിടുവായത്തങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടോ? നമ്മളതിലൊന്നും പെട്ട് സമയം കളയരുത്. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് നമ്മൾ ആരും ഉദ്ദേശിക്കാത്ത വലിയൊരു ഉദ്ദേശമുണ്ട്. അതെന്താ? കച്ചവടം, വേറെന്താ? ഏറ്റവും അധികം ലോകത്ത് ആ ക്ലിപ്പ് ഒരു ദിവസം ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ആ വഴിക്ക് കിട്ടുന്ന ലാഭം, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമല്ല. ഒരാൾ അങ്ങനെ രംഗപ്രവേശനം ചെയ്ത്, ഞാൻ തന്നെയാണ് ആ പറഞ്ഞ ആള്, ഞാൻ കുടുംബക്കാരനാന്ന് പറയുമ്പോ കേൾക്കുന്ന ആർക്കും തോന്നണ്ടേ ഇതന്നെയാണ്. എങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഒരു രൂപഭാവം ഉണ്ടെങ്കിലും പിന്നെന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് അയാൾക്കൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ, വേറൊന്നും ഉദ്ദേശമില്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇമാമിന് പറഞ്ഞ ഗുണങ്ങളിൽ ഏറ്റവും വലിയ ഗുണം, സഹോദരങ്ങളെ, ആ ഇമാമിനെ പിൻപറ്റുന്ന സ്വാലിഹീങ്ങളുടെ എണ്ണവും ആ ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ച രൂപത്തിലാണ് ഹദീസിലുള്ളത്. അപ്പൊ അങ്ങനെ ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ മുമ്പുണ്ടായിരുന്നല്ലോ അതേ മോഡൽ. അപ്പൊ അല്ലാഹു തആലാന്റെ വസിയ്യത്ത്, ഈ 5 നബിമാർക്ക് അല്ലാഹു നൽകിയൊരു വസിയ്യത്തുണ്ട്. എല്ലാവർക്കും നൂഹ് നബി അലൈഹിസ്സലാമിനോട് നൽകിയ അതേ വസിയ്യത്ത് തന്നെയാണ് ഒരു വിഷയത്തിൽ ബാക്കിയുള്ള നബിമാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അല്ലാഹു തആല നൽകുന്ന വസിയ്യത്ത്. പക്ഷെ അതിവിടെ പറഞ്ഞത് ശറഅ ലക്കും മിനദ്ദീൻ, നിങ്ങളോട് നിയമമാക്കി പറഞ്ഞിരിക്കുന്നു
അഥവാ യാ അസ്ഹാബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം റാസി റളിയല്ലാഹു അൻഹു അർത്ഥം കൊടുത്തത് അങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞ ഏറ്റവും ആദ്യം ബന്ധിക്കുന്നത് സ്വഹാബത്തിനോടാണ്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അനുയായികൾക്ക് അല്ലാഹു നിയമമാക്കിയിരിക്കുന്നു. ദീനിൽപ്പെട്ട കാര്യമായിട്ട് ദീനിൽ ഉള്ള വിഷയമാണ്. ഈ ആയത്ത് കൊണ്ട് രണ്ട് വിഷയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മുമ്പുള്ള നബിമാരോട് പറഞ്ഞ അതേ വിഷയം നമ്മളോടും അല്ലാഹു പറയുന്നുണ്ട്. രണ്ടെണ്ണം. ഒന്ന്, അൻ അഖീമുദ്ദീൻ, നിങ്ങൾ ദീന് നിലനിർത്തണം. ദീന് നിലനിർത്തണം, ദീന് കൊണ്ട് നടക്കണം, അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. രണ്ടാമത്തെ ഒന്ന്, വലാ തതഫറഖൂ ഫീഹി, അതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. രണ്ട് വിഷയമാ പറയുന്നത്. ഭിന്നിപ്പ് എല്ലാ വിഷയങ്ങളിലും സമാധാനം കെടുത്തും. അത് കുടുംബത്തിലാകട്ടെ, അയൽവാസികളിലാകട്ടെ, പരസ്പരം തൊട്ടടുത്ത നാടുകളിലാകട്ടെ, രാജ്യങ്ങൾ തമ്മിലാകട്ടെ. അനൈക്യം എന്ന് പറയുന്നത് എപ്പോഴും സമാധാനം കെടുത്തുന്ന ശൈലിയാണ്. പക്ഷേ ഇവിടെ അള്ളാഹു പറയുന്ന ദീനിലാണ്, ദീനിൽ ഭിന്നിക്കരുത്. മറ്റു നബിമാരോടൊക്കെ നിർദ്ദേശിച്ച നിർദ്ദേശം അടിസ്ഥാനപരമായിട്ട് നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. അന്നഖീമുദ്ദീൻ, ദീന് നിലനിർത്തിക്കൊണ്ട് നടക്കണം. ആദ്യം കണ്ടോ ഈ ആയത്തില് എല്ലാ നബിമാരോടും കൽപ്പിച്ച വിഷയങ്ങൾ നമുക്കും അത് ബാധകമായിട്ടുള്ളതും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതിലാർക്കും മാറ്റമില്ല. ശാഖാപരമായിട്ട് ചില വിഷയങ്ങളിലൊക്കെ ശരീഅത്തിൽ മാറ്റമുണ്ട്. ആദ്യം തന്നെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബിനെയാണല്ലോ ആയത്തിൽ ആദ്യം പറഞ്ഞത്. കാരണം ഭൂനിവാസികളിലേക്ക് അള്ളാഹു ആദ്യം അയച്ച അവ്വലു റസൂൽ, ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാമാണ്. അത് ആഖിറത്തിലും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ചെയ്യുന്ന ഹദീസിൽ, ഇഅ്തൂ നൂഹൻ, നിങ്ങൾ നൂഹ് നബിയുടെ അടുത്ത് ചെല്ലണം. ഫഇന്നഹു അവ്വലു റസൂലിൻ ബഅസഹു അല്ലാഹു ഇലാ അഹ്ലിൽ അർദ്. പ്രസിദ്ധമായ ഹദീസാണ്, ശഫാഅത്തിന്റെ ഹദീസ്. ആ ഭൂമിയിലേക്ക് ആദ്യം അല്ലാഹു തആല അയച്ച റസൂലാണ് അവർ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ചെന്ന് ജനങ്ങൾ അത് പറയും. ഇത് ശരിയാണ്, സംശയമൊന്നുമില്ല. ആദ്യത്തെ നബി ആരാണ്? ആദം നബി അലൈഹിസ്സലാമാണ്. കാരണം ആദം നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളവർ മക്കളാണ്, അവിടുത്തെ മക്കളാണ് മുഴുവനുമുള്ളത്. അവർക്ക് പ്രത്യേക നിർബന്ധങ്ങൾ ഫർളാക്കപ്പെട്ടിരുന്നില്ല, പ്രത്യേക ഹറാമുകൾ അവർക്ക് നിയമമാക്കപ്പെട്ടിരുന്നില്ല. ജീവിതത്തിന്റെ അനിവാര്യതയ്ക്ക് വേണ്ടി ചില വിഷയങ്ങൾ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിരുന്നു, ഉണർത്തിയിരുന്നു. ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അതങ്ങനെ നിലനിന്നു പോന്നു നൂഹ് നബി അലൈഹിസ്സലാം വരെ. നൂഹ് നബിന്റെ കാലത്ത് അല്ലാഹു തആല പറഞ്ഞു, ഉമ്മമാരെ വിവാഹം ചെയ്യരുത്, പെൺമക്കളെ വിവാഹം ചെയ്യരുത്, സഹോദരിമാരെ വിവാഹം ചെയ്യരുത്. കാരണം ആദം നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് അങ്ങനെയല്ല. ആദം നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ആ പെൺകുട്ടിയും ഈ ആൺകുട്ടിയും തമ്മിലുള്ള വിവാഹം നടത്തി. പിന്നെ ഒരു ശരീഅത്തിന്റെ വ്യവസ്ഥാപിതമായ നിയമം വരുന്നത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത്. ഇതൊക്കെ നിഷിദ്ധമാക്കി. മാതാക്കളെയും സഹോദരിമാരെയും പെൺമക്കളെയും ഹറാമാക്കി. നിർബന്ധങ്ങൾ അല്ലാഹു തആല ഏൽപ്പിച്ചു. ദീനിൽ ഒരുപാട് അദബുകൾ അല്ലാഹു വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെ ഓരോ ശരീഅത്ത് ഇങ്ങനെ കടന്നു വന്നു. അവസാനം ഏറ്റവും നല്ല മില്ലത്തായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല സമാപനം കൊടുത്തു. ഇവിടെ ശരീഅത്തിൽ മാറ്റമില്ലാത്ത കുറെ വിഷയങ്ങളുണ്ട്. മുൻകാല നബിമാരുടെയും നമ്മുടെയും ശരീഅത്തിൽ മാറ്റമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് അന്നും ഇന്നും ഒരുപോലെ കൊണ്ടു നടക്കണം. അതാണ് അൻ അഖീമുദ്ദീൻ. ഏതാണ്? ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, വഹിയ തൗഹീദു, ഒന്നാമതായി തൗഹീദിൽ മാറ്റമില്ല. ഇത് പഠിപ്പിക്കുന്നിടത്തൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ പഴക്കം, കുറെ മതങ്ങൾ പിന്നീട് നിർമ്മിതമായിട്ടും പല രൂപത്തിലും വന്നിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാമിന് എത്ര കാലമായി എന്ന് ചോദിച്ചാൽ 1400 വർഷം എന്നല്ല. അങ്ങനെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഇസ്ലാമിന്
എന്നാണോ അല്ലാഹു തആല ഭൂമിയിൽ ആദ്യമായി ഒരു മനുഷ്യനെ പടച്ചത് അന്നു മുതൽക്കുള്ളത് ഇസ്ലാമാണ്. അഥവാ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. അവിടെ മുതൽക്ക് വരുന്നത് വിശുദ്ധ ഇസ്ലാമാണ്. എല്ലാവരും ഈ വിഷയത്തിൽ ഒരുപോലെയാണ്. തൗഹീദിൽ എല്ലാവരും ഒരുപോലെയാണ്. നിസ്കാരം കൊണ്ട് എല്ലാവരോടും കൽപ്പനയുണ്ട്, എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. എല്ലാ നബിമാർക്കും നിസ്കാരം കൊണ്ട് കൽപ്പനയുണ്ട്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലം യബഅസില്ലാഹു നബിയൻ ഖത്തു, ഒരു നബിയെയും അല്ലാഹു അയച്ചിട്ടില്ല ഇല്ലാ വസ്വാഹു, ഓരോ നബിയോടും വസിയത്ത് ചെയ്തിട്ടല്ലാതെ ബിഖാമത്തി സ്വലാ, നിസ്കാരം നിലനിർത്തണം, വഇതാഇ സകാത്ത്, സകാത്ത് കൊടുക്കണം. സകാത്ത് നമുക്ക് മാത്രമുള്ള ബാധകമൊന്നുമല്ല. വൽ ഇഖ്റാരി ബില്ലാഹി, അല്ലാഹുവിനെ അംഗീകരിക്കണം, അനുസരിക്കണം. നിങ്ങൾ നോക്ക്, നോമ്പ് എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, മാസത്തിലും വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലാ ശരീഅത്തിലും അല്ലാഹു തആല നോമ്പ് നടപ്പിലാക്കിയിട്ടുണ്ട്. വൽ ഹജ്ജ്, ഹജ്ജുണ്ട്. നമുക്ക് മാത്രമൊന്നുമല്ല ഹജ്ജ്, ഹജ്ജ് എല്ലാവർക്കും. അല്ലാഹുവിലേക്ക് സുഹൃതങ്ങളെ കൊണ്ടടുക്കുക. വസ്സൽഫു ഇലൈഹി ബിമാ യരിദുൽ ഖൽബ്, ഖൽബിനെ അല്ലാഹു തആലയിലേക്ക് മടക്കി വിടുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. വസ്സിദ്ഖ്, സത്യസന്ധത. വൽ വഫാഉ, വാക്ക് പാലിക്കുക. വൽ ബിൽഅഹദി, കരാറുകൾ പാലിക്കുക. വദാഉൽ അമാനത്തി, വിശ്വസ്തമായി ഏൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുക. സിലത്തുർ റഹ്, കുടുംബബന്ധം ചേർക്കുക. വതഹരീമുൽ കുഫ്രി, കുഫ്ർ ഹറാമാണ്. വൽ ഖത്ലി, കൊലപാതകം നടത്തലും ഹറാമാണ്. വസ്സിനാ, സിനയും ഹറാമാണ്. വല്ലദിയത്തുൽ ഖൽഖി, സൃഷ്ടികളെ ഇടങ്ങേറാക്കലും ഹറാമാണ്. ഇതൊക്കെ മുൻകാലത്ത് മുതൽക്കേ എല്ലാവർക്കും ഒന്നാണ്, ഒരേ ലെവലാണ്. വല്ലീതിദാഉ വലൽ ഹയവാനി, ജീവികളെ ആക്രമിക്കൽ, ജീവികളെ ആക്രമിക്കാൻ പാടില്ല. പൂച്ചയാണെങ്കിലും കോഴിയാണെങ്കിലും ഒക്കെ ജീവിയാണ്, അതിനെ ആക്രമിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വഖതിഹാ മുദ്ദനാഅത്തി, താഴ്ന്ന കാര്യങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല, ഒഴിവാക്കണം. വമാ യഊദു ബിഖർമിൽ മുറുആത്തി, മാന്യത തേച്ചുമാച്ച് കളയുന്ന വിഷയങ്ങൾ പതിവാക്കുന്നതും ഒഴിവാക്കണം. ഇതൊക്കെ എല്ലാ നബിമാരോടും അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്, മാറ്റമില്ല. ചില വിഷയങ്ങളിൽ, ശാഖാപരമായ വിഷയങ്ങളിൽ മാറ്റമുണ്ടെങ്കിലും ഈ നിയമങ്ങളിലൊക്കെ എല്ലാവരും ഒരുപോലെയാണ്. അല്ലാഹുവിന്റെ വസിയ്യത്ത് അൻ അഖീമുദ്ദീൻ, നിങ്ങൾ ദീന് നിലനിർത്തണം. എങ്ങനെ? ദീനിന്റെ അർക്കാനുകൾ ശരിപ്പെടുത്തി കൊണ്ടു നടക്കുക. ആ ദീനിൽ വല്ല ചാഞ്ചല്യവും വന്നു പോകുന്നത് സൂക്ഷിക്കണം, പതിവാക്കി കൊണ്ടു നടക്കണം, പരിശ്രമിക്കണം. പിന്നെങ്ങനെ ഓരോ ശരീഅത്തും ലോകത്തുനിന്ന് മാഞ്ഞു പോകാനുള്ള കാരണം എന്താ? ഇങ്ങനെ അല്ലാഹു തആല നൂഹ് നബി അലൈഹി സ്വലാം മുതൽക്ക് കൊണ്ടുവന്ന ഈ അടിസ്ഥാന വിഷയങ്ങളൊക്കെ എന്തുകൊണ്ട് തകർന്നുപോയി? അതിന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന കാരണം, അല്ലാഹു തആല നൂഹ് നബി അലൈഹി സ്വലാമിനെ അയച്ചു, നിയമങ്ങൾ കൊടുത്ത് ഏൽപ്പിച്ചു. പക്ഷേ ആ ശരീഅത്തിൽ ജനങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോന്നു. മാ കാനു, അവർ നിലനിന്ന കാലത്തോളം. ഫമാ അത്ഫാഹാ ഇല്ല സന്ദഖാ, അതിനെ കെടുത്തിക്കളഞ്ഞത് നിരീശ്വരവാദമാണ്. ഓരോ ശരീഅത്തിനെയും തകർത്തിക്കളഞ്ഞത് നിരീശ്വരവാദമാണ്. പിന്നെ ശേഷം വന്ന നബിമാർക്കൊക്കെ കൊടുത്ത ശരീഅത്തിനെ തേച്ചുമാച്ച് കളഞ്ഞത് അതാണ്. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, വലാ യുഖാഫു അലാ ഹലാക്കി ഹാദദ്ദീൻ, ഈ മതത്തിന്റെ നാശത്തിലും ഭയപ്പെടുന്നില്ല ഇല്ല സന്ദഖാ, നിരീശ്വരവാദമല്ലാതെ. നിരീശ്വര നിർമ്മിത യുക്തിവാദ പ്രസ്ഥാനങ്ങൾ, അവര് സ്വൽപ്പം ബുദ്ധിയുള്ള ആളുകളൊക്കെ വട്ടം തിരിച്ച് അവരുടെ ജൽപ്പനങ്ങൾക്ക് കീഴിൽ നിർത്താൻ എല്ലാവിധ അടവുകളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിന് സമ്മതിക്കാതെ ദീന് നിലനിർത്തി കൊണ്ടുപോകണം. രണ്ടാമത്തെ വസിയ്യത്ത്, വലാ തതഫറഖൂ ഫീഹി, ദീനിൽ നിങ്ങൾ ഭിന്നിക്കരുത്. അമ്പിയാക്കളെല്ലാവരും അസ്ലുദ്ദീനിൽ ഐക്യത്തിലാണ്. അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ദീന് നിലനിർത്തുന്നതിൽ എല്ലാവരും ഒരുമയിലാണ്. ഖിദ്മത്ത് ചെയ്യുന്നതിലും ഒരുമയിലാണ്. ചില്ലറ വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാകും. സഹോദരങ്ങളെ,
അല്ലാഹു തആല ദീന് നിലനിർത്താനും അതിൽ ഐക്യത്തോടെ നിൽക്കാനും ഭിന്നിപ്പ് വരരുത് എന്നും പഠിപ്പിക്കാൻ കാരണം ഒരുമിച്ചുകൂടി നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ വലിയ സഹായം ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യദുല്ലാഹി മഅൽ ജമാഅ. ഒരു കുടുംബം നല്ല ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നതാണോ, പ്രത്യേകിച്ച് അതിൽ ബറക്കത്തുണ്ട്. ബാപ്പ ഉമ്മയും മക്കളും ഒരുമിച്ചുള്ള ഒരു കുടുംബം. ഇനി പേരക്കുട്ടികളെയും വേണമെങ്കിൽ മൂന്നാം തലമുറയെയും കൂട്ടിക്കോളൂ. അവരെല്ലാവരും യോജിപ്പിലാണ്, ഐക്യത്തിലാണ്. അവിടെ വലിയ ബറക്കത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ ഏറ്റവും ആദ്യം തങ്ങൾ ഉണ്ടാക്കിയത് ഐക്യമാണ്, മനസ്സിന്റെ ഇണക്കമാണ്. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾ തമ്മിൽ അങ്ങോട്ട് ഇണക്കി. അങ്ങനെ വലിയ രണ്ട് കുടുംബമാണ് മദീനയിലുള്ളത്. ചെറുതൊന്നല്ല, വലിയ രണ്ട് കുടുംബം. ഔസ് ഖസ്റജ്, അവരാണ് അവിടുത്തെ കാരണവന്മാർ. ആ രണ്ട് കുടുംബം ഒരു ബാപ്പയിൽ നിന്ന് വന്ന രണ്ട് മക്കളാണ്. അവർ പിന്നെ അങ്ങനെ വലുതായി. അവരെ ഒന്നാക്കി എടുത്തിട്ട് ഫസമ്മാഹുമുൽ അൻസാർ, അവർക്ക് ഒറ്റ പേര് വെച്ചു, അൽ അൻസാർ. അവരാ ഐക്യം, അവരാ ഇണക്കം ലോകത്ത് ഇന്നും തിളങ്ങുന്ന ചരിത്രമായി നിലനിൽക്കുകയാണ്. കാരണം പഴയകാല ജീവിതം ആലോചിച്ചു നോക്കുമ്പോൾ ഒരു നിലക്കും അവർ ഐക്യപ്പെടൂല. അവർക്കിടയിൽ പ്രശ്നങ്ങളില്ലാത്തവരില്ല. നിങ്ങൾ നോക്ക്, പിൽക്കാലത്തും ചില ഒച്ചപ്പാടുകളൊക്കെ വന്നപ്പോഴൊക്കെ ഇരിക്കി 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 എന്ന് പറഞ്ഞ വിധങ്ങൾ ഇരുത്തിയതാണ്. അതിൽ ഒരു ഉദാഹരണം പറയാ, സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് മുനാഫിഖുകൾ പരത്തിയ ദുഷ്പ്രചരണം, ആരോപണം, ഖദ്ഫ്, അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വിളിച്ചുകൂട്ടി സ്വഹാബത്തിനെ. എന്നിട്ട് അവരോട് അഭിപ്രായം ചോദിച്ചു. അപ്പൊ ഔസ് ഗോത്രക്കാരിൽ നിന്ന് ഒരാൾ എണീറ്റ് പറഞ്ഞു, നബിയെ, തങ്ങളുടെ ഭാര്യക്കെതിരെ അപവാദം പറഞ്ഞാൽ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഞങ്ങളെയാണ് ശരിയായിക്കോട്ടെ. ഞങ്ങളെ സഹോദരങ്ങളായ ഹസ്രജിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഞങ്ങൾ ശരിയായിക്കോട്ടെ. അപ്പൊ അവിടുന്ന് ഒരാൾ കേട്ടിട്ട് പറഞ്ഞൊന്നും ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ പോയാൽ പിന്നെയും അത് തർക്കത്തിലേക്കാ പോകുന്നത്. അപ്പൊ രണ്ടു കൂട്ടരും അങ്ങോട്ട്, നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ശരിയാക്കുക, മറ്റുള്ള ഞങ്ങളിൽ നിന്നാണ് നിങ്ങൾ ശരിയാക്കുക. ഇത് ഒരു ഒച്ചപ്പാടിലേക്ക് ഇങ്ങനെ പോകുമ്പോ തങ്ങൾ പറഞ്ഞു, എല്ലാവരും ഇരിക്കി ഇരിക്കി ഇരിക്കി, എല്ലാവരെയും ശാന്തമാക്കി. ചുരുങ്ങിയ വർഷം കൊണ്ട് അത്രയും വലിയ പ്രശ്നങ്ങൾ ചുരുങ്ങിയ വർഷം കൊണ്ട് തീർത്ത് നമുക്ക് മാതൃക കാണിച്ചതിന്റെ പിന്നിലുള്ള തത്വം, ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്താൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാതെ രമ്യമായി പരിഹരിക്കണം. അതിനാണ് അത് പഠിപ്പിച്ചത്. നിസ്സാര പ്രശ്നമേ ഉള്ളൂ, പക്ഷെ അതിനെന്ത് വേണം? എല്ലാവരിലും ഒരു മനസ്ഥിതി വേണം. അതെന്താ? അഫ്വ്, വിട്ടുവീഴ്ച മനോഭാവം. അതുണ്ടെങ്കിൽ നല്ല സുഖമാണ്. വിട്ടുവീഴ്ച മനോഭാവം ഇല്ലെങ്കിൽ അല്ലാഹു തആലയും വിട്ടുതരാൻ ചെറിയൊരു പ്രയാസം വരും. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ഒരാൾക്ക് സ്വർഗത്തിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തത് ദുനിയാവിൽ ആൾ വിട്ടുവീഴ്ച കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ്. വലിയൊരു കച്ചവടക്കാരൻ, സഹീഹുൽ ബുഖാരിയിൽ കാണാൻ മതി, നല്ല കച്ചവടക്കാരൻ, മരിക്കുന്നതിന്റെ മുമ്പ് മക്കളെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മക്കളെ, ബാപ്പ കച്ചവടം ചെയ്യും പോലെ നിങ്ങൾ ചെയ്താൽ മതി. അതെങ്ങനെ ബാപ്പ? എന്റെ അടുത്ത് വരുന്ന ആള് ക്യാഷ് തരാൻ വകുപ്പില്ലാത്ത ആളാണെങ്കിൽ ഞാൻ അയാളോട് പറയും, നിങ്ങൾ തരണ്ടാവും. അയാളെ വിട്ടുവീഴ്ചയാണ്. തരാൻ കഴിവുള്ള ആളാണെങ്കിൽ പറയും, 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് തരണോ. അതും വിട്ടുവീഴ്ച തന്നെയാണ്. നാളെ തരാന്ന് പറയില്ലല്ലോ, അവധി വെച്ചു. അപ്പൊ അടിമകളോട് കാണിച്ച ഈ വിട്ടുവീഴ്ച കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗം കൊടുത്തു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്ക്, ആ വിട്ടുവീഴ്ച മനോഭാവം സ്വന്തം സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് അതുണ്ടായത്. നമ്മളിൽ അത് വേണം. മുമ്പൊരു സ്ഥലത്ത് 2 ദിവസം വാല് പറഞ്ഞപ്പോ
മുസ്ലിങ്ങളെ സ്വഭാവങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഇത് ഊന്നി പറഞ്ഞപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനൊക്കെ പുറത്തു കൊടുക്കാൻ വിട്ടുവീഴ്ചയാണ്. പക്ഷെ നമ്മളെ നാട്ടിലൊരാളുണ്ട്, അയാൾ എന്റെ ബാപ്പാനി ഈ അങ്ങാടിയിൽ വെച്ച് ജനങ്ങളെ മുന്നിൽ വെച്ച് ഇല്ലാത്തത് പറഞ്ഞ് വഷളാക്കി. അത് പുറത്തു കൊടുക്കാൻ കഴിയില്ല. ഞാൻ ചോദിച്ചു, സഹോദര, അല്ലാഹു തആല നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ ദോഷങ്ങളാണ് അല്ലാഹു മറച്ചു വെച്ചിട്ട് ഇപ്പോഴും ഭക്ഷണം തരുന്നത്. ഇന്നലെ നിങ്ങൾ ചെയ്തത് എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കറിയാം, അല്ലാഹു തആലക്കും അറിയാം. ഇന്ന് അല്ലാഹു തആല അത് വെളിവാക്കി. ഇല്ല, ഇന്നും നിങ്ങൾക്ക് ഭക്ഷണം തന്നു. ഞാൻ ചെയ്യുന്ന ദോഷങ്ങൾ അല്ലാഹു മറച്ചു വെച്ചിട്ടല്ലേ എനിക്ക് ഭക്ഷണം തരുന്നത്. എത്ര വലിയ വിട്ടുവീഴ്ചയാണ് അല്ലാഹു കാണിക്കുന്നത്. എന്നാൽ അടിമകളോടും ഒന്നായിക്കൂടെ ഒരു അഫ്വ്. അങ്ങനെ കുറച്ചും കൂടി അയാളോട് വ്യക്തിപരമായിട്ട് അത് പറഞ്ഞപ്പോഴാണ് ഉസ്താദ് ആലോചിക്കാന്ന് പറഞ്ഞു. അതിനേക്കാൾ പ്രവേശിക്കുന്നൊരു ഉറപ്പില്ല. ഞാനതാ പറഞ്ഞു, നിസ്സാര പ്രശ്നങ്ങൾ വർഷങ്ങളോളം പഴങ്ങ, അത് മാറിയിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അത് പരിഹരിക്കണം. എന്തേ കാരണം? നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള പ്രശ്നങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹരിച്ചത് മാസങ്ങളുടെ വർഷങ്ങളുടെ ഇടവേളയിലാണ്. അതിന് കൂടുതൽ ആണ്ടുകൾ എടുത്തിട്ടില്ല. പിന്നീട് ആ സ്വഹാബിമാരൊക്കെ ഒറ്റക്കെട്ടാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അല്ലാഹു ഐക്യപ്പെടുത്തി. നിങ്ങൾ ഏകോദര സഹോദരന്മാരായി മാറി. അത് മനസ്സമാധാനം കിട്ടാൻ, ഇബാദത്തിൽ തഖ്വ കൂടി കിട്ടാൻ സഹോദരിമാരെ അനിവാര്യമാണ്. ഉമ്മമാരെന്റെ ശബ്ദം കേൾക്കുന്നവർ, അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ വിഷയങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകും, സ്വാഭാവികമാണ്. മക്കളിലോ ഭർത്താക്കന്മാരിലോ സഹോദരന്മാരിലോ സഹോദരിമാരിലോ അയൽക്കാരിലോ ചില്ലറ പ്രശ്നങ്ങൾ വന്നേക്കും. വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമ്മൾ നല്ലവരായി മാറണം. തീരെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്തവരാകരുത്. അങ്ങനെയാകുമ്പോൾ നമ്മോട് വെറുപ്പായിരിക്കും ഉണ്ടാവുക. വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവ് വേണം. സുബ്ഹാനല്ലാഹ്, ആ കഴിവാണ് ഏറ്റവും വലിയ കഴിവ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 വർഷത്തിന് ശേഷം തിരിച്ചു വന്ന മക്കയിൽ രാജാക്കന്മാർ മുഴുവനും അത്ഭുതത്തോടെ കണ്ട കാഴ്ചയാണ്. മുൻകാല പ്രവാചകന്മാര് പലരും ഹിജ്റ പോയ നാട്ടിലേക്ക് പിന്നെ തിരിച്ചു വന്ന ചരിത്രം ഇല്ല. മൂസാ നബി അലൈഹിസ്സലാം ഹിജ്റ പോയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹിജ്റ പോയിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാം ഹിജ്റ പോയിട്ടുണ്ട്. ഹിജ്റ പോയ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആ നാട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കെ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ ഹബീബിനെ വിശ്വസിച്ചവരല്ല. പ്രതികാരം നിർബന്ധമായിരിക്കുന്ന ഒരുപാട് ആളുകൾ മുന്നിലുണ്ട്, സദസ്സിന്റെ മുന്നിൽ. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അഖൂലു ലക്കും, നിങ്ങളോട് ഞാൻ പറയുന്നു, കമാ ഖാല അഖീ യൂസുഫ് അലൈഹിസ്സലാം, എന്റെ സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് ഉപ്പയുടെ അടുത്ത് നിന്നും അടർത്തിക്കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സഹോദരങ്ങളോട്, 10 ജേഷ്ഠന്മാരോട്, രാജാധികാരത്തിന്റെ സർവ അധികാരങ്ങളും കയ്യിൽ വന്ന് മിസ്ർ ഭരിക്കുന്ന രാജാവായി മാറിയിട്ടും തന്റെ ഭരണാധികാരം ഉപയോഗിച്ച് 1 മിനിറ്റ് പോലും അവരെ ചെങ്ങലക്കിടാതെ, അവരെ അറസ്റ്റ് രേഖപ്പെടുത്താതെ അവർക്ക് ഭക്ഷണം കൊടുത്ത്, അവരുടെ ബാപ്പക്ക് ഭക്ഷണം കൊടുത്ത്, ഉമ്മക്ക് ഭക്ഷണം കൊടുത്ത്, വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്ത്, അതും സൗജന്യമായി റേഷൻ കൊടുത്ത്, മറ്റുള്ളവർക്കൊക്കെ വിലക്ക് ഭക്ഷണം കൊടുക്കുമ്പോ സ്വന്തം സഹോദരങ്ങൾക്ക് രാജാവിന്റെ സ്വന്തം ഫണ്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്തിട്ട് വിട്ടുവീഴ്ച കാണിച്ച് ലാ തസ്രീബ അലൈക്കുമുൽ യൗം, അവരോട് ഭരണാധികാരിയായ യൂസുഫ് നബി അലൈഹിസ്സലാം ഞങ്ങളുടെ അനുജനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ഇന്നക ലഅന്ത യൂസുഫ്, നിങ്ങളാണോ യൂസുഫ്,
ഞങ്ങൾ അന്ന് ചെറുപ്പത്തിൽ കൊണ്ടുപോയിട്ട് യൂസുഫ് നിങ്ങളാണോ? അന യൂസുഫ് വഹാദാ അഖീ, ഞാനാണ് യൂസുഫ്, ഇതെന്റെ സഹോദരനാണ്. അത് മന്നല്ലാഹു അലൈനാ, അല്ലാഹു എമ്പാടും അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. മക്കക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പദപ്രയോഗമാണ് നടത്തിയത്. നിങ്ങളിൽ പലരും എന്റെ സ്വഹാബത്തിനെ ഈ കാണുന്ന ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പീഡിപ്പിച്ചവരുണ്ട്. വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ എന്റെ അരുമ ശിഷ്യൻ വിസ്മാന്തങ്ങളെ കെട്ടിയിട്ടവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഖബ്ബാബിന്റെ തലയിൽ ഇരുമ്പ് പഴുപ്പിച്ച് തലയിൽ വെച്ച് മഹാനവറുകൾ ബോധം കെട്ട് വീണു ശിക്ഷ നടത്തിയവരുണ്ട്. എന്റെ ശിഷ്യൻ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പരിഹസിച്ചു കൂക്കി വിളിച്ചവരുണ്ട്. എന്റെ ശിഷ്യൻ അബൂദർ ഗിഫാരി തങ്ങളെ കഅബയുടെ മുറ്റത്തിട്ട് പൊതുവെ തല്ലി ചതച്ചവരുണ്ട്. പലതും ചെയ്തവരുണ്ട്. നിങ്ങളോട് ഞാൻ പറയുന്നത് ലാ തസ്രീബ അലൈക്കുമുൽ യൗം. അവരുടെ മനസ്സിന് മാറ്റമുണ്ടായോ? ഉണ്ടായി. കൊടും പകയിൽ കഴിഞ്ഞിരുന്ന 12 ആളുകൾ, ആ 12 ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിളിച്ച് നിങ്ങൾ വന്ന് സ്വീകരിക്കൂ എന്ന് പറയാതെ തന്നെ സ്വന്തം മനസ്സോടെ ഈ വിട്ടുവീഴ്ചയുടെ സൗന്ദര്യം അനുഭവിച്ചുകൊണ്ട് അവർ കടന്നു വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് അബൂജഹലിന്റെ മകൻ ഇക്രിമാ റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കാ, വിട്ടുവീഴ്ചയുടെ സൗന്ദര്യം ചെറുതല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരോട്, ഉമ്മമാരോട്, കുടുംബക്കാരോട്, അയൽക്കാരോട്, സ്ത്രീകളോട് പറയട്ടെ, അള്ളാഹു നമ്മളോട് നൽകുന്ന വസിയത്ത് ചെറുതല്ല. ഒന്ന് ദീന് നിലനിർത്തിക്കൊണ്ടുപോകണം. അതിനാണ് അള്ളാഹു സമ്പത്ത് തന്നത്, മക്കളെ തന്നത്, പേരമക്കളെ തന്നത്, കുടുംബം തന്നത് ദീന് നിലനിർത്താനുള്ള ഒരു വകുപ്പായിട്ടാണ്. രണ്ടാമത് വലാ തതഫറഖൂ ഫീ, നിങ്ങൾ ഭിന്നിക്കരുത്. ദീനിൽ നിങ്ങൾ ഭിന്നിക്കരുത്, ഒരുമയോടെ നിൽക്കണം. കാരണം അള്ളാഹുവിന്റെ സഹായം അവിടെയാണ്. ദീൻ വിഷയത്തിൽ ഒരുമയോടെ നിൽക്കണം. ദീനിൽ നിന്ന് പുറത്തുപോയ ആളുകൾ അവരെയും സഹകരിപ്പിച്ച് നല്ലവണ്ണം അവരോട് കാര്യങ്ങൾ ഉപദേശിച്ച് തിരിച്ചു കൊണ്ടുവരണം. വലാ തതഫറഖൂ ഫീഹി, നിങ്ങൾ ഭിന്നിക്കരുത്. മക്കയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥേഷ്ടം മദീനയിലേക്ക് തിരിച്ചു വന്നപ്പോ രാജാക്കന്മാരെല്ലാവരും പറഞ്ഞു, ആ വിശുദ്ധ മക്കയും ആ നേതാവിന്റെ കീഴിൽ വരും. സംശയമില്ല, ആരും സംശയിക്കണ്ട. എന്തേ കാരണം? കാരണം മക്കയിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവരെല്ലാവരും പുറം ലോകത്തിൽ നിന്ന് വായിച്ചറിഞ്ഞു, നേരത്തെ കണ്ട മക്കയല്ല ഇപ്പോൾ തങ്ങൾ അനുഭവിച്ച മക്ക. സ്വഹാബിമാർക്ക് നിങ്ങൾ നോക്കി, എത്ര വലിയൊരു മനസ്ഥിതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. തങ്ങൾ വിട്ടുവീഴ്ച കൊടുത്തതോടുകൂടെ നടന്നു പോകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു നോക്കുകയാണ്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ ഒപ്പം കൂടിയിട്ട് അടിക്കാനും കൈയും കാലും പിടിച്ച് കെട്ടാനൊക്കെ നിന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരു പൊതുമാപ്പല്ലേ പ്രഖ്യാപിച്ചത്? അതാരാ പ്രഖ്യാപിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കത് ബാധകല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുകയാണ്, ഈ കാണുന്ന മക്കയുടെ മുറ്റത്ത് അള്ളാഹുവിന്റെ തൗഹീദ് വിളിച്ചു പറഞ്ഞപ്പോൾ നിരവധി ആളുകൾ പിടിച്ചടിച്ചു. മൂക്കിൽ നിന്ന് രക്തം ചീറ്റി ബോധം കെട്ടി വീണു. അന്ന് അടിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരോടൊന്നും ഒരു പ്രതികാരവും ഇല്ല. എല്ലാവരും നോക്കുകയാണ്, എല്ലാവരും ആലോചിക്കുകയാണ്, എന്തൊരു അഫ്വ്. അതുകൊണ്ട് ഭിന്നിപ്പ് അവസാനിക്കാനുള്ള ഒരു മാർഗം വിട്ടുവീഴ്ചയാണ്. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. അതങ്ങനെ നമ്മൾ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യിപ്പിക്കോന്നറിയാൻ അല്ലാഹു തആല അവന്റെ കോർട്ടിൽ നമ്മളെ വേറെ വിടും. അവരെ വേറെ വിട്ടേക്ക്, അവര് വിട്ടുവീഴ്ച ചെയ്യും നോക്കട്ടെ. അല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ, മഹ്ശറിലല്ലേ കുറച്ച് കഴിയുമ്പോൾ ശരിയാക്കും. അതിന് കാത്തു നിൽക്കാതെ ഇവിടെ തന്നെ ഭിന്നിപ്പിന്റെ വശങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ കണ്ടോ ഈ ആയത്തിന്റെ തഫ്സീറിൽ
ഒരുപാട് വിഷയങ്ങൾ ഉദ്ധരിച്ചത് കാണും. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് കാണാം, ലാ തതഫറഖൂ, ഭിന്നിക്കരുത്, ഫഇന്നൽ ജമാഅത റഹ്മത്തുൻ, ഒരുമിച്ച് നിൽക്കുന്നത് അനുഗ്രഹമാണ്, വൽ ഫിർഖത്തു അദാബ്, ഭിന്നിപ്പ് ശിക്ഷയാണ്. വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാന, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹോദരന്മാരെ പോലെ കഴിയണം. പഴയ കാലത്തൊരു തത്വജ്ഞാനി മരിക്കുന്നതിന്റെ മുമ്പ് മക്കളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഒരു കൂട്ടം മക്കളുണ്ട്, ഒന്ന് രണ്ടൊന്നല്ല. ആ മക്കളോടൊക്കെ പറഞ്ഞു, നിങ്ങള് കുറെ കൊള്ളികൾ, നല്ല ഉണങ്ങിയ കൊള്ളികൾ എടുത്തുകൊണ്ടുവരണം. എല്ലാവരും ഒരുപാട് കൊള്ളികൾ, മരക്കൊള്ളികൾ കൊണ്ടുവന്നു. അത് ഒരുമിച്ച് വെച്ചപ്പോൾ ആ പിതാവ് പറഞ്ഞു, അതെല്ലാം കൂടി ഒന്ന് പൊട്ടിക്കണം. ഒരുമിച്ച് വെച്ച ഈ കൊള്ളി പൊട്ടിക്കാൻ അവർ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. കാരണം അതൊരു കൂട്ടമുണ്ട്, പൊട്ടിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ ആ ഉപ്പ പറഞ്ഞു, തത്വജ്ഞാനിയായ പിതാവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ അതിൽ നിന്ന് ഓരോന്നെടുത്തൊന്ന് പൊട്ടിക്കൂ. കുട്ടികൾ പറഞ്ഞു, ഓരോന്നെടുത്ത് പെട്ടെന്ന് പൊട്ടിപ്പോയി. ബാപ്പാന്റെ വസിയത്ത്, മക്കളെ, ഹാക്കദാ അൻതും ബഅദി, എന്റെ ശേഷം നിങ്ങൾ ഇതുപോലെ ജീവിക്കണം. ലൻ തുഗ്ലബൂ മജ്തമഅതും, ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ആരും മറികടക്കൂല. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒരേ നിലപാടോടുകൂടെ ജീവിക്കണം. സംഭാവന വരുന്നുണ്ട്, എല്ലാവരും സംഭാവന കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, ഫൈദാ തഫറഖ്തും, നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ ശത്രു നിങ്ങളിൽ സ്വാധീനം ചെലുത്തും. ഫാഹിലക്കും, ആ ശത്രു നിങ്ങളെ നശിപ്പിക്കും, ശത്രുവായ ശൈത്വാൻ. ഒരുമിച്ചാണോ നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളെ തകർക്കാൻ കഴിയൂല. വഹകദാ അൽ ഖായിമൂന ബിദ്ദീൻ, ഇതുപോലെ തന്നെയാണ് ദീന് കൊണ്ട് നടക്കുന്നവരും ദീനിൽ നിലനിൽക്കുന്നവരും. അവർ ഒരുമിച്ചാണോ ദീന് നിലനിർത്തുന്നത്? ഭിന്നിപ്പില്ല എങ്കിൽ ലം യഖ്ഹർഹും അദുവ്വൻ, അവരെ ശത്രു അവരെ തോൽപ്പിക്കൂല. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ അവന്റെ കുടുംബത്തിൽ, സ്വന്തത്തിൽ ദീന് നിലനിർത്തുന്നതിൽ അവൻ ഒരുമിച്ച് നിന്നാൽ ലം യഗ്ലിബു ശൈത്വാനും മിനൽ ഇൻസി വൽ ജിന്നി, മനുഷ്യഭൂതവർഗത്തിൽപ്പെട്ട ഒരു പിശാചും അവനെ മറികടക്കൂല. അവന്റെ ഈമാനിന് ഒരു ഫിത്നയും ഉണ്ടാക്കൂല. അതേ സമയത്ത് ഒറ്റക്ക് ചിന്തിച്ച്, ഒറ്റക്കൊരു വഴിയൊരുക്കി, ഒറ്റക്കൊരു ഇസ്ലാമുമായി നടക്കുന്നവരുണ്ട്. അവര് ഓരോ കൊല്ലവും ഓരോ ഇസ്ലാമായിരിക്കും. പൊതുവിലുള്ള എല്ലാവർക്കും ഉണ്ടാവും. ഞാനൊന്ന് വായിച്ച് പഠിക്കട്ടെ, ഇക്കൊല്ലം വായിക്കുന്നതിനനുസരിച്ച് ഇക്കൊല്ലത്ത് ഇസ്ലാം, അടുത്തൊല്ലം എന്താ വായിക്കുന്നത് അതിനനുസരിച്ച്, പിറ്റത്തെ കൊല്ലം എന്താണോ വായിക്കുന്നത് ആ ഇസ്ലാമാണ്. അപ്പൊ മരിക്കും വരെ അയാൾ സത്യാന്വേഷിയാണ്, സത്യത്തിലേക്ക് എത്തൂല. ഒറ്റക്ക് പോയാൽ അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഒറ്റക്ക് പോകുന്നവനെ ചെന്നായ പിടിക്കും. ഹദീസിലുണ്ടല്ലോ അങ്ങനെ, ഒറ്റക്ക് പോകുന്നവനെ ചെന്നായ പിടിക്കും. നിസ്കാരത്തിലും അങ്ങനെയാ പറഞ്ഞു. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാകുമ്പോ അയാൾ ചിലപ്പോ റക്കാത്തിന്റെ എണ്ണൊക്കെ ഒരുപാട് കൂട്ടിന്ന് വരും. കാരണം 4 റക്കാത്തിലാണ് അയാൾ സത്യത്തിൽ കണ്ടു നിൽക്കുന്ന ആൾക്ക് പോലും 4 റക്കാത്തിലാണ്. പക്ഷെ അയാൾ പിന്നെ നിസ്കരിക്കുന്ന 2 റക്കാത്ത് കൂടി 6 റക്കാത്തിൽ നിസ്കാരം ഉണ്ട്. പിന്നെ 6 റക്കാത്തിന്റെ അവസാനം അയാൾ സുജൂദും ചെയ്യും, സേവിന്റെ സുജൂദ്. സലാം വീട്ടിയപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ എത്ര നിസ്കരിച്ചു? ഞാൻ 4 നിസ്കരിച്ചത്. പിന്നെ സേവിന്റെ സുജൂദ് എന്തോ കൂടുതലായോ കുറഞ്ഞോ എന്നൊരു ഡൗട്ട് ഇങ്ങനെ വന്നപ്പോൾ സേവിന്റെ സുജൂദും ചെയ്തു. നിസ്കരിച്ചത് 6. അത് ഒറ്റക്കാകുമ്പോ അങ്ങനെയാണ്, വേട്ടയാടാൻ നല്ല സുഖമാണ്. കൂട്ടം തെറ്റിപ്പോകുന്ന ആടിനെ ചെന്നായ പിടിക്കും. ഒറ്റക്കായത് കൊണ്ടാണ്. കൂട്ടത്തിലാകുമ്പോൾ മറ്റു ആടുകളൊക്കെ സഹായിക്കും. പിടിക്കുന്നവനെ പിടിക്കാമെന്ന ചെന്നായെ കുത്തിയിട്ടും ചവിട്ടിയിട്ടും ഓടിക്കും. അപ്പൊ ഒരു സംഘബലമുണ്ട്. അതുപോലെ തന്നെയാണ് സാമൂഹ്യമായി ചെയ്യുന്ന ഏത് കാര്യങ്ങളിലും ബറക്കത്തുണ്ട്. നാട്ടിലെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ അള്ളാഹുവിന്റെ വലിയ സഹായമുണ്ട്. അത് റിലീഫാകട്ടെ, അതുപോലെ തന്നെ സാധു സംരക്ഷണമാകട്ടെ, വീട് നിർമ്മാണമാകട്ടെ, വിവാഹ സഹായമാകട്ടെ, രോഗചികിത്സയാകട്ടെ, ഏതുമാകട്ടെ. ഇവിടെ കഴിഞ്ഞതിന് രോഗചികിത്സക്ക് ഒരു ഫണ്ട് വിരിച്ചിരുന്നല്ലോ അല്ലെ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.
എല്ലാവരും നല്ലോണം ആമീൻ പറയാത്ത അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബാക്കിയുള്ളവർക്ക് നേർക്കും ആമീൻ പറയണം. ഞാൻ എന്റെ കാര്യത്തിലേക്ക് ആമീൻ പറഞ്ഞു, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ആമീൻ പറഞ്ഞു. അന്ന് ഒരുപാട് ആളുകൾ തങ്ങളാപ്പാന്റെ കയ്യിൽ സംഭാവനകൾ വാഗ്ദാനം ചെയ്തവരുണ്ട്, കൊടുത്തവരുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് നിന്ന് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവരും ആരും വേണ്ടാന്ന് ദീന് കൊണ്ട് നടക്കാനാണല്ലോ അള്ളാഹു നമ്മളോട് വസിയത്ത് ചെയ്തത്. എല്ലാ നബിമാരുടെ ശരീഅത്തിലുള്ളവരോടും വസിയത്ത് ചെയ്തത് അന്നഖീമുദ്ദീൻ, ഉമ്മമാരെ നിങ്ങൾക്കും അത് ബാധകമാണ്. എങ്ങനെയെന്നറിയോ? മക്കളാ വഴിക്ക് നടത്തണം, ദീന് നിലനിർത്തുന്ന മക്കളാക്കണം മക്കളെ. നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന മക്കളാക്കരുത്. ഫർളും സുന്നത്തും കൃത്യമായി കൊണ്ട് നടക്കുന്നതോടൊപ്പം ഹലാലായ മഈശത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മക്കളാക്കണം. മക്കളുടെ ഗൗരവം കൊണ്ട് ബാപ്പയും ഉമ്മയും ഇരുന്നു പോകരുത്. ഭരണം മക്കളെ കയ്യിലും ബാപ്പയും ഉമ്മയും അടിമകളുമാകരുത്. അങ്ങനെ ആയിട്ടുണ്ട്. അത് ഈ ഖിയാമത്തിന്റെ അടയാളമായിട്ട് എണ്ണിയിട്ടുമുണ്ട്. പലയിടത്തും ബാപ്പയും മക്കളും അവർ സീറോയാണ്. ബാപ്പയും ഉമ്മയും അവർ വട്ടപൂജ്യമാണ്. മക്കളാണ് അധികാരികൾ. അവരിഷ്ടം തോന്നുമ്പോൾ വരിക, ഇഷ്ടപ്പെടുമ്പോൾ എണീക്കുക, ഇഷ്ടം പോലെ നടക്കുക. ചോദിക്കരുത്. ചോദിച്ചാൽ പിന്നെ അവരുടെ ഭാഗത്തിന് ഇങ്ങോട്ടുള്ള ഭാഷ, ഞങ്ങളാണ് ഇവിടെ ചെലവ് നടത്തുന്നത്. നഊദു ബില്ലാഹ്, അങ്ങനെ ഒരു വർത്തമാനം തന്നെ പറയാൻ ഒരു മകനും മുന്നോട്ട് വരരുത്. അത് നിങ്ങളുടെ ഔദാര്യമല്ല, അവകാശമാണ്. നിങ്ങൾ ചെലവ് കൊടുക്കുന്നത് ഔദാര്യമല്ല, ഹക്കാണ്, ബാധ്യതയാണ്. അത് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് അള്ളാഹു നിർബന്ധമാക്കിയതാണ്. അതല്ല കൽപ്പനക്കുള്ള അധികാരം, അതല്ല ചെലവ് നടത്തുക എന്നുള്ളതല്ല കൽപ്പനക്കുള്ള അധികാരം. പിന്നെയോ ജന്മം നൽകിയവർക്ക് കൽപ്പിക്കാൻ അധികാരമുണ്ട്. ബാപ്പക്കും ഉമ്മക്കും എക്കാലത്തും കൽപ്പിക്കാനും തടയാനും അധികാരമുണ്ട്. നീ ചെയ്യുന്ന തിന്മ അത് തടയാൻ എത്ര വയസ്സായാലും ബാപ്പക്കും ഉമ്മക്കും അധികാരമുണ്ട്. നീ ഒരു വാജിബ് ഒഴിവാക്കുന്ന ആളാണ്, കോടീശ്വരനാണെങ്കിലും അത് ചെയ്യ് എന്ന് കൽപ്പിക്കാനുള്ള പവർ അവർക്കുണ്ട്. അന്നഖീമുദ്ദീൻ, മക്കളാ വഴിക്കുന്നതാണ്. ഒരൊറ്റ കുട്ടിയും നിസ്കരിക്കാതെയോ മറ്റോ തെറിച്ച് നടന്നിട്ട് ഒരു പൊന്തുന്ന സ്വഭാവം ഒരു വീട്ടുകാരും അനുവദിക്കരുത്. ഒരുമ്മയും അതിനൊരു നിലക്കും ബാപ്പ അറിയാതെ പോലും പിന്നിൽ നിന്നൊരു പിന്താങ്ങ് കൊടുക്കരുത്. ആ മകൻ എത്ര പൊന്നു കൊണ്ടുവരുന്ന മകനാണെങ്കിലും ദീന് നിലനിർത്താൻ പറ്റുന്ന മകനാകണം, മകളാകണം. എത്ര ചൊങ്കും ചൊറുക്കുമുള്ള മകളാണെങ്കിലും പണ്ടവും പണവും ഇല്ലാതെ കെട്ടിക്കൊണ്ടുപോകുമെങ്കിലും തലമറച്ച് നടക്കാൻ പറയണം, മാറുമറച്ച് നടക്കാൻ പറയണം, ടൈറ്റ് ഫിറ്റുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ പറയണം, കഫും അതുപോലെ മുൻകൈയും മറക്കാൻ പറയണം. ചെത്തിപ്പൊളിച്ച് നടന്നിട്ട് ആരെങ്കിലും ചരക്കായിട്ട് വാങ്ങിക്കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചിന്തിക്കരുത്. എന്നാ പിന്നെ കല്യാണ ചെലവ് ലാഭമായി കിട്ടുമല്ലോ എന്ന് ആലോചിക്കരുത്. അന്നഖീമുദ്ദീൻ, മക്കളിലൂടെ, കുടുംബത്തിലൂടെ, ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ ദീന് നിലനിർത്തണം. എന്റെ ഭർത്താവ് ദീനിന്റെ ഖാദിമാകണം എന്ന് ഓരോ ഉമ്മയും ഓരോ ഭാര്യയും ചിന്തിക്കണം. അതിനെന്ത് വേണം? ആ ഒരു രീതിയിലാകണം ഉമ്മമാരെ നമ്മുടെ ജീവിതം. എന്നാ പിന്നെ നമുക്കവിടെ സ്വാധീനമുണ്ട്. നമ്മൾ പറഞ്ഞാൽ അതനുസരിക്കുകയും ചെയ്യും. നമ്മളിൽ ദീനുണ്ടെങ്കിൽ ബാപ്പയിലും ഉമ്മയിലും അധികാരത്തിന്റെ ഏറ്റവും വലിയ പവർ ദീനുകൊണ്ടാണ്. ദീനുള്ള ബാപ്പയും ഉമ്മക്കും അവര് മക്കളിൽ സ്വാധീനം ചെലുത്താനും കൽപ്പിക്കാനും കഴിയും. അതവരിൽ പ്രതിഫലിക്കുകയും ചെയ്യും. കഴിവ് മാത്രം, ജീവിക്കാനുള്ള കഴിവ് മാത്രം ഉണ്ടായാൽ കൽപ്പിക്കുന്നതും വിരോധിക്കുന്നതും വെറും വാക്കായി മാറും. അത് യേശൂല. നമ്മൾ കാണുന്നുണ്ടെന്ന്. എന്താ മക്കൾ പറയുന്നത്? ഇപ്പൊ അടുത്ത ജമാലെ മക്കൾ എന്താ പറഞ്ഞറിയോ വാപ്പനോട്? നിനക്ക് താല്പര്യമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫ്ലാറ്റിലേക്ക് മാറിക്കോളാം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ആ കൽപ്പിക്കുന്ന വാപ്പക്ക് നിസ്കരിക്കാനോ വേറെ ഏതോ കാര്യത്തിന് കൽപ്പിക്കുന്ന വാപ്പക്ക് കൽപ്പിക്കാനുള്ള ചെറിയൊരു ചോയ്സ് ഇല്ല. അതുകൊണ്ടാണ് ആ തിരിച്ചൊരു വാക്ക് വരുന്നത്. അല്ലെങ്കിൽ അത് വരില്ല. ദീനുള്ളൊരു വാപ്പ നീ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മറുത്തൊരു വാക്ക് വരില്ല. ഇനി മനസ്സ് മന്ത്രിച്ചാലും തൊള്ളയിലൂടെ വരില്ല.
അതാ വാപ്പാന്റെ കയ്യിൽ എപ്പോഴും അടി കൊടുക്കാൻ വടി ഉണ്ടായിട്ടല്ല. പിന്നെയോ ദീൻ എന്നൊരു പവറുണ്ട്. മക്കളെ അദബ് പഠിപ്പിക്കുമ്പോ അദബാണല്ലോ ഏറ്റവും ദീനിന്റെ പ്രധാനം. ദീന് കൊണ്ട് നടക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടും അദബാണ്. അത് നന്നായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കും, വേറെ മക്കളെ പഠിപ്പിക്കും. അതൊരു വിശാലമായ വിഷയം. എന്താണ് ആ അദബിന്റെ ഏറ്റവും ചുരുക്കം ഒരു രൂപം പറഞ്ഞാൽ, എല്ലാ നല്ല സ്വഭാവങ്ങളും ശീലിച്ച് നടക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും ഉണ്ടാക്കുക. അതിന് ദുസ്വഭാവങ്ങൾ സ്വീകരിക്കാതെ നല്ല സ്വഭാവങ്ങൾ സ്വീകരിച്ചു കൊണ്ടു നടക്കാൻ ഉള്ള കഴിവുള്ളവരായി വളർത്തുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ തന്നെ പാരമ്പര്യത്തിലുള്ളവർ നാട്ടിലുണ്ട്. ഒന്നിങ്ങനെ കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് കാണും, നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് അവരാരും കേൾക്കാതെ കണ്ടു നിന്ന് സന്തോഷിക്കുന്നവരും പറയുന്നവരുണ്ട്. ആ ഒരു അവസ്ഥ നമുക്കും വേണമെന്ന് ചിന്തിക്കണം. നല്ല നീയത്ത് വേണം മക്കളെ നന്നാക്കുന്നതിൽ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ഏത് ആലിമീങ്ങളെ, ഏത് ഫുഖഹാഇന്റെ സദസ്സിലെത്തിയാലും അള്ളാഹുവിനോട് പറയും, മനസ്സ് നൊന്ത് പറയും, അള്ളാഹുവേ എനിക്ക് 2 മക്കളെയാണ് നീ തന്നത്, 2 പേരെയും ഇതുപോലെ നീ സ്വാലിഹുകളാക്കി തരണം. ഏത് നല്ല മജ്‌ലിസിൽ പങ്കെടുത്താലും ആ മഹാനുഭാവൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. മുതങ്ങളും സഹോദരും 2 പേരും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മാറിയത് ബാപ്പയുടെ നല്ല നിയ്യത്താണ്. അതുകൊണ്ട് ഉമ്മമാരെ നല്ല നിയ്യത്ത് വേണം. വളർത്തുന്നിടത്തും വികസിപ്പിക്കുന്നിടത്തും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വികസനം കൊടുക്കുന്നിടത്തും ഇതെനിക്ക് ആഖിറത്തിലേക്കുള്ള മുതലാകണം, ദുനിയാവിലേക്കുള്ള ഒരു ചരക്ക് മാത്രമാകരുത്. സൂറത്തു ശൂറയിൽ അതുമായി സംബന്ധിച്ച ആയത്ത് തന്നെ പിന്നീട് വരുന്നുണ്ട്. ബാക്കി ഞാൻ അവിടെ പറയാം. പറഞ്ഞത് അന്നഖീമുദ്ദീൻ, ദീൻ നിലനിർത്തണം, അള്ളാഹുവിന്റെ വസിയ്യത്താണ്. ഇതിലെല്ലാവർക്കും പങ്കുണ്ട്. സ്വഹാബിമാർക്ക് മാത്രമല്ല, താബിയുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് ബാധകമാണ്. ഖുർആൻ പണ്ഡിതന്മാരെങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്? അമ്പിയാക്കളോടും മറ്റും നൽകിയ വസിയ്യത്ത് നമ്മളോടും അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ വസിയ്യത്ത് തന്നെയാണ് നമ്മളും പാലിക്കേണ്ടത്. ഭിന്നിപ്പിലേക്ക് പോകരുത്. എന്നിട്ട് ആ ആയത്തിന്റെ ബാക്കിയിൽ ഖബുറഅലൽ മുശ്രിക്കീന മാ തദഉഹും ഇലൈഹി, മുശ്രിക്കുകൾക്ക് വലിയ പ്രയാസമാണ് നബിയെ, അവർക്ക് വലിയ സഹിക്കാൻ പറ്റുന്നില്ല. തങ്ങൾ അവരെ ദീനിലേക്ക് ക്ഷണിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോ അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾ ഒഴിവാക്കണമെന്ന് പറയുമ്പോ അവരുടെ മനസ്സിന് വലിയ പ്രയാസം. അവർ ഇബ്ലീസിന്റെ സൈന്യങ്ങളും വലയം ചെയ്തിട്ട് അവരെ പിടിച്ചു നിർത്തുന്നു. നബിതങ്ങളോട് അവർ ചോദിക്കുന്നു, സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ചോദിക്കുന്നു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദാ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എല്ലാ ഇലാഹുകളെയും പിടിച്ചിട്ട് ഒരു ഇലാഹാക്കെ ഞങ്ങൾക്ക് നടക്കൂല. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇത് അത്ഭുതമുള്ള കാര്യം തന്നെ. ഈ ഇലാഹുകളൊക്കെ എന്തായിട്ട് ഞങ്ങൾക്ക് മതിയാകുന്നില്ല, എന്നിട്ട് ഒരു ഇലാഹ് മതിയെന്നോ? ഖബുറഅലൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് മാനസികമായ വലിയ പ്രയാസം. മാ തദഊഹും ഇലൈഹി, തങ്ങളവരെ ക്ഷണിക്കുന്ന മാർഗം സ്വീകരിക്കാൻ. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? ദീനിനെ സഹായിക്കാനാണ്, ദീനിനെ വളർത്തി ഉയർത്തി കൊണ്ടുവരാനാണ് അള്ളാഹുവിന്റെ തീരുമാനം. എന്നിട്ട് അള്ളാഹു പറയുന്നു, അല്ലാഹു യജ്തബി ഇലൈഹി മൻ യശാ, അള്ളാഹു അവന്റെ ദീനിലേക്ക് അവൻ ഉദ്ദേശിച്ചവരെ അള്ളാഹു സെലക്ട് ചെയ്യും. വയഹ്ദി ഇലൈഹി മൻ യുനീബ്, അള്ളാഹുവിലേക്ക് മനസ്സുമായി മുന്നിടുന്നവരെ ദീനിലേക്ക് അള്ളാഹു തആല ചേർത്തി കൊടുക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ദീനിന് വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്ത ആളുകൾ, ഉമ്മമാരെ, അതിനാണ് നമ്മൾ പെടേണ്ടത്. അയാളുടെ ജീവിതം ദീനിന് വേണ്ടി ഉപകാരപ്പെടുന്ന ജീവിതമായിരുന്നു. ജനങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടല്ലെങ്കിലും ആളുകൾ മാതൃകയാക്കി പിൻപറ്റിയിട്ടത് പറയും. അയാളുടെ ജീവിതം 40 കൊല്ലം 50 കൊല്ലം മുഴുവനും ദീനിന് വേണ്ടിയായിരുന്നു. കാരണം അദ്ദേഹത്തെ അള്ളാഹു സെലക്ട് ചെയ്തിട്ടുണ്ട്. അള്ളാഹു യജ്തബി ഇലൈഹി മൻ യശാ, അള്ളാഹുവിന്റെ ദീനിലേക്ക്
അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു സെലക്ട് ചെയ്യും. ചിലർക്ക് അള്ളാഹു അതിന് പ്രത്യേക സഹായം ചൊരിഞ്ഞു കൊടുക്കും. അംബിയാഇന് മാത്രമല്ല, അവരോട് അടുത്ത സിദ്ദീഖീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. കഠിനാധ്വാനമാണ് ഏറ്റവും മുഖ്യമായത്. ദീന് നിലനിർത്താൻ ശരീഅത്തിന്റെ സ്ഥാനത്ത് നിന്ന്, നിയമങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അധ്വാനിക്കുക. അധ്വാനിച്ചാൽ അല്ലാഹു തആല ആത്മജ്ഞാനം നൽകിയിട്ട് ഉയർത്തും. അല്ലാഹു പറഞ്ഞില്ലേ, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ദീൻ കാര്യത്തിൽ അധ്വാനിക്കുന്നവർ നമ്മുടെ വഴിയിലേക്ക് നമ്മൾ അവരെ ചേർത്തും. ദീനിന് വേണ്ടി രാവും പകലും പരിശ്രമിച്ച് നടക്കുന്നവർ, ദീൻ ഉയർത്താനും വളർത്താനുമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച്, അതുകൊണ്ടാണ് ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്തിന്റെ ചുവട്ടിൽ ഇമാം ഇസ്മായിൽ ഹിഖി തങ്ങൾ പറയുന്നു, അതുകൊണ്ട് സുഹൃത്തേ, ഫഅലൈക ബിതിയാനി ജമീൽ ഖുറബ്, മുഴുവൻ പുണ്യകർമ്മങ്ങളും നീ കൊണ്ടുവരണം. ഖദ്റൽ ഇസ്തിതാഅ, കഴിവിന്റെ പരമാവധി. ഫീ കുല്ലി സമാനിൻ വഹാൽ, എല്ലാ കാലത്തും എല്ലാ സന്ദർഭത്തിലും കഴിവിന്റെ പരമാവധി പുണ്യകർമ്മങ്ങൾ നീ കൊണ്ടുവരണം. നിന്റെ പുണ്യകർമ്മങ്ങൾ നീ ചെയ്യുന്നത് ദീനാണ്. നീ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിന്നിൽ അല്ലാഹു തന്നത് ദീനായിട്ടാണ്. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്തിട്ട് ആരാധനയിലേക്ക് നീ ഉത്സാഹത്തോടെ വരണം. ലൻ തഖ്ലുസ ലഹു മഅസിയത്തുൻ അബദാ, വിശ്വാസിക്ക് തെറ്റു മാത്രം ഒരിക്കലും കൂടെ നിൽക്കൂല. തെറ്റെപ്പോഴെങ്കിലും സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ പറ്റുന്ന നന്മ, നല്ല ആരാധന, പുണ്യകർമ്മം തൊട്ടിറപ്പുറത്ത് തന്നെ വരും. തെറ്റിലായിട്ടൊരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ഇടകലർന്നു പോകൂല. തെറ്റ് സംഭവിച്ചു പോയി, തിരുത്താനുള്ള നന്മകൾ ഉടനെ വരും. അങ്ങനെ അല്ലാഹുവിലേക്ക് അടുക്കുക, ആരാധനകളുമായി അടുക്കുക, അള്ളാഹു സെലക്ട് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും വിവരം കിട്ടിയിട്ടും മക്കക്കാരും മദീനക്കാരുമായ ആളുകൾ, കുറച്ചാളുകൾ അല്ല കൂടുതൽ ആളുകൾ പുറംതിരിഞ്ഞു നിന്നില്ലേ? ഇതിന്റെ കാരണം വമാ തഫറഖു ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽം, യഥാർത്ഥ വിവരം സ്വീകരിക്കേണ്ടത് ഇതാണ് എന്ന വിവരം കിട്ടിയ ശേഷമല്ലാതെ അവര് ഭിന്നിച്ചിട്ടില്ല. എന്തേ അവര് ഭിന്നിക്കാൻ കാരണം? ബഗയം ബൈനഹും, അവർക്കിടയിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായി. എന്ത് താല്പര്യം? ദുനിയാവ്. ഞാനിപ്പോ അവിടുന്ന് പോയാൽ എന്റെ സ്ഥാനം നഷ്ടപ്പെടും. അങ്ങനെയാണ് അവര് വരാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഹക്ക്. തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഖുർആനാണ് സത്യം, ഈ ദീനാണ് സത്യം. ഒന്നും തിരിയാഞ്ഞിട്ടല്ല. പിന്നെ ബഗയം ബൈനഹും, അവർക്കിടയിൽ ചില താല്പര്യങ്ങളുണ്ടായി. എന്ത് താല്പര്യം? ലിബ്തിഗാഇ ത്വലബിദ് ദുനിയാ, ഞാനിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഒരുപാട് സഹിക്കേണ്ടി വരും, എന്റെ ദുനിയാവൊക്കെ പോകും. വ ത്വലബി മുൽക്കിഹാ, എന്റെ അധികാരം നഷ്ടപ്പെടും. അതുപോലെ തന്നെ സ്ഥാനം പോകും, പ്രസിദ്ധി പോകും, പലതും പോകും. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പ്രയാസാണ്. വമാ തഫറഖു, അവർ വേർപിരിഞ്ഞിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽം, അവർക്കൊക്കെ യഥാർത്ഥ വിവരം കിട്ടിയ ശേഷമല്ലാതെ. പക്ഷെ അല്ലാഹു തആല അങ്ങനെ പിന്തിരിഞ്ഞു പോയ ആളുകളെ ഉടനെ ശിക്ഷിക്കാൻ അല്ലാഹു തആലാക്ക് കഴിയാഞ്ഞിട്ടല്ല. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക ഇലാ അജലിൻ മുസമ്മൻ ലഖുദിയ ബൈനഹും, അല്ലാഹുവിൽ നിന്ന് സാബിഖായ കലിമത്തുണ്ടായിരുന്നില്ലെങ്കിൽ. എന്താണ് സാബിഖായ കലിമത്ത്? ഇവരെ ശിക്ഷയെ ഒരവധി വരെ പിന്തിപ്പിക്കുക, ഒരു സമയം വരെ ശിക്ഷിക്കാതെ വരെ വിട്ടേക്കുക എന്നൊരു തീരുമാനമില്ലെങ്കിൽ ലഖുദിയ ബൈനഹും, ഉടനെ തന്നെ അവർക്കിടയിൽ തീർപ്പാക്കി ശിക്ഷ കൊടുക്കുമായിരുന്നു. എത്ര പെട്ടെന്നാണ് മുൻഗാമികൾ അല്ലാഹു തആല ശിക്ഷിച്ചത്. താമസം കൊടുത്തിട്ടുണ്ട്, പക്ഷേ സ്വീകരിക്കാതിരുന്നപ്പോ പിന്നെ ഒറ്റയടിക്ക് ശിക്ഷിച്ചു, പിന്നെ ബാക്കി വെച്ചിട്ടില്ല. വാണിങ്ങുകൾ അല്ലാഹു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. ഇവർക്കും അല്ലാഹു തആല അങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ്. വഇന്നല്ലദീന ഊരിതുൽ കിതാബ മിൻ ബഅദിഹിം, ഈ ജൂതനസാറാക്കൾക്ക് ശേഷം കിതാബ് നൽകപ്പെട്ട ആളുകൾ അഥവാ മുശ്രിക്കുകൾ, അവര് ലഫീ ശക്കിൻ മിൻഹു മുരീബ്, അവര് ഖുർആനെ പറ്റി സംശയത്തിലാണ്. മുരീബ്, മറ്റുള്ളവരെ സംശയത്തിൽ വീഴ്ത്തുന്ന സംശയത്തിലാണ്. ഖുർആനെ പറ്റി സംശയിക്കാൻ ഒരു മാർഗവും അവർക്കില്ല. എന്തേ കാരണം?
ആ ഖുർആൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്നതിന് ഒരുപാട് തെളിവുകൾ അവർ കണ്ടിട്ടുണ്ട്, അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. ഈ ജൂതന്മാരും നസാറാക്കളും അവരും എമ്പാടും തെളിവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്ഥാനമോഹത്തിന് വേണ്ടി, അധികാരമോഹത്തിന് വേണ്ടി, താല്പര്യത്തിന് വേണ്ടി പുറകോട്ട് നിന്നു. അതുകൊണ്ടല്ലേ അബൂ ത്വാലിബ് പോലും വ്യക്തമായ കലിമയില്ലാതിരുന്നത്. അബൂ ത്വാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ അങ്ങനല്ലേ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ, ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയും. കലിമത്തൻ നുഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, ഒന്ന് കലിമ ചൊല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളെ മനസ്സിൽ ശരിക്കും അറിയാലോ ഇസ്ലാം ഇതാണ് ശരിയെന്നുള്ളത്. പക്ഷെ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് മാത്രം പോരല്ലോ, അത് പ്രഖ്യാപിക്കണ്ടേ, സമ്മതം വേണ്ടേ. അബൂ ത്വാലിബ് പറഞ്ഞു, ഞാനിപ്പോ അങ്ങോട്ടത് പ്രഖ്യാപിച്ചാൽ അവരൊക്കെ എന്ത് കരുതും, എന്നെ പറ്റി അവർ നാളെന്ത് പറയും. അവരുടെ പടിയും ചീത്തയും പേടിച്ച് അതങ്ങ് വ്യക്തമാക്കിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ഖൽബിൽ നല്ല ഉറച്ച ഈമാൻ ഉള്ളത് കൊണ്ട് അബൂ ത്വാലിബ് അവസാന ഘട്ടത്തിൽ രക്ഷപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ലഅല്ലഹു തൻഫഉഹു ശഫാഅത്തി, എന്റെ റെക്കമെൻഡ് അബൂ ത്വാലിബിന് ഫലം ചെയ്തേക്കും എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വിഷയം പറഞ്ഞെന്താന്ന് വെച്ചാൽ, ബോധ്യപ്പെടാഞ്ഞിട്ട് വരാതിരുന്നാണ് കരുതണ്ട. ഇവർക്കൊക്കെ യഹൂദികൾക്കാകട്ടെ നസാറാക്കൾക്കാകട്ടെ ഇതാണ് സത്യം എന്ന് അവർക്ക് കൈമാറി വന്ന വേദഗ്രന്ഥത്തിലെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾപ്പിച്ചിട്ടും ബോധ്യമായിട്ടുണ്ട്. പിന്നെയോ ബഗയം ബൈനഹും, ചില താല്പര്യം അവരെ വേട്ടയാടി. ഇപ്പോൾ ഇങ്ങോട്ട് പോന്നാലേ അവിടെ കിട്ടുന്ന ആ സ്ഥാനം കിട്ടൂല. അതുകൊണ്ട് നല്ലത് അവിടെ തന്നെ നിൽക്കലാണ്. അതൊരു ഒരു ദുർബല ഈമാനാണല്ലോ. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഞാനിപ്പോ അതിലൊക്കെ ആ സദസ്സിലൊക്കെ പോയിരുന്ന് ഞാൻ ഈ പരിപാടിയിലൊക്കെ സംബന്ധിക്കുന്ന ആളാന്ന് കണ്ടാൽ എന്നെ വേറെ കുറെ ആൾക്കാർ വേറെ വിലയിരുത്തും. എന്ത് വിലയിരുത്താൻ ദുനിയാവിൽ? ദീന് പറയുന്നിടത്ത് പോയിരുന്നാൽ വേറെ വിലയിരുത്തും. അതേ സമയത്ത് വല്ല സർക്കസോ അതുപോലെ വല്ല വേണ്ടാത്തരങ്ങളോ നടക്കുന്നിടത്ത് രാവ് മുതൽ പകൽ വരെ ഇരുന്നാലും വിലയിരുത്തൽ മാറൂല എങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇരിക്കാൻ, ഒരു കുഴപ്പമില്ല ഇരിക്കാൻ. അങ്ങനെ ചില ആൾക്കാരെ മനസ്സിൽ വരുന്ന ഒരു വസ്വാസാണ്. ഞാനിപ്പോ ആ പരിപാടിക്ക് പോയാൽ അവിടെ എല്ലാവരും പോകുന്നുണ്ട്. എന്തിന്? മരിച്ച ആളെ പേരിൽ ഒരു ഖത്മ ഓതാന പോകുന്നത്. പക്ഷെ ഞാൻ പോയാൽ ഞാൻ ആ ഖത്മ പോകുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ഇങ്ങനെ കരുതി പോകും. അതുകൊണ്ട് മറ്റാൾ ചോദിക്കുമ്പോ എന്തെങ്കിലും ഒഴിവും കഴിവൊക്കെ പറഞ്ഞു മാറാം. അപ്പൊ ഇയാളെ മനസ്സിലുള്ള ഈ ശുഷ്കിച്ച ഈമാൻ അല്ലാഹു തആലക്ക് അറിയാലോ, ദുർബല ഈമാൻ. അല്ലെങ്കിൽ ആ നല്ല കാര്യം എന്തിനാ മുടക്കുന്നത്? മുടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പലരും ജമാഅത്തിന് വിട്ടുനിൽക്കുന്നത്. ജുമുഅക്ക് പോലും ആളുകൾ വിട്ടുനിൽക്കുന്നത് നഊദുബില്ലാഹ്. അങ്ങനെ വിട്ടുനിൽക്കാൻ പാടില്ല. സത്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണം. ബോധ്യപ്പെടാൻ വേണ്ടി നല്ല പഠനങ്ങൾ നടത്തണം. ഫലിദാലിക ഫദഉ, നബിയേ, ഈ ഭിന്നിപ്പ് വരുന്നത് കൊണ്ട്, സംശയം വരുന്നത് കൊണ്ട്, ശരിയായ ദീൻ അല്ലാഹു അവർക്ക് നൽകിയത് കൊണ്ട് അവര് വേണ്ടത് ദീനിൽ പ്രവർത്തിച്ച് മത്സര രംഗത്തുണ്ടാകുകയാണ് വേണ്ടത്. എങ്ങനെ? മത്സരിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ വിജയിക്കാനുള്ള നന്മകൾ ചെയ്ത് മത്സരിക്കുക, അതാണ് വേണ്ടത്. പക്ഷേ അങ്ങനെ വരാത്തത് കൊണ്ട് ഫദ്ഉ, തങ്ങൾ ക്ഷണിക്കണം, എല്ലാ മനുഷ്യന്മാരെയും ദീനിലേക്ക് ക്ഷണിക്കണം, ദീനനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്ക് ക്ഷണിക്കണം. ഫലിദാലിക ഫദ്ഉ, ആ കാരണത്തിന് വേണ്ടി ഭിന്നിപ്പും സംശയവും വരുന്നത് കൊണ്ട് ദീനീ ദഅവത്ത് നടത്തണം. ഭിന്നിപ്പിക്കുന്ന ആളുകളെ ഒഴിവാക്കണം എന്നൊരു വിഷയം കൂടി ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. വഫീഹി ഇശാറത്തുൻ ഇലാ ഇഫ്തിറാഖി അഹ്ലിൽ അഹ്വാഇ വൽ ബിദഅ, ബിദഅത്തുകാരെയും താന്തോന്നികളെയും ഒഴിവാക്കണം. അവര് 72 വിഭാഗമായിട്ട് അങ്ങനെ മാറിയിട്ടുണ്ട്. അവരെ ക്ഷണിക്കുന്നത്, ശരിയായ മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നത്, അവരെ മദ്ഹബ്, അവരുടെ മാർഗം ബാത്തിലാക്കാനാണ്. അവരെ സൽക്കരിച്ച് സ്നേഹിക്കുന്നത്, നമ്മൾ അവരോട് സഹവാസം പുലർത്തുന്നത് നമ്മുടെ ദീനിന്റെ കുറവായിട്ട് മനസ്സിലാക്കും. സത്യത്തിലേക്ക് ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് പകരം അങ്ങോട്ട് പോയി ചേരുന്ന മാർഗം ഉണ്ടാക്കരുത്.
ചിലരങ്ങനെ എ ക്ലാസ് സുന്നികളായിരിക്കും. സുന്നി എന്ന് പറയാൻ മടി തോന്നുന്നുണ്ടോ? എ ക്ലാസ് സുന്നികളായിരിക്കും. പക്ഷെ അവരതാ വിദേഹത്തുകാരന്റെ എല്ലാ സൽക്കാരത്തിലും എല്ലാ പരിപാടിയിലും അവരവിടെ അധ്യക്ഷനാണ്, അവരവിടെ പോയി കൂടുകയാണ്. അത് വേണ്ട സഹോദരങ്ങളെ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ സത്യത്തിലേക്ക് ഭിന്നിപ്പിക്കുന്ന ആളുകളെ വിട്ടിട്ട് സംശയിക്കുന്നവരെയും മറ്റും സത്യത്തിലേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞിടത്ത് വിദേഹത്തുകാരെയും താന്തോന്നികളെയും അകറ്റി നിർത്തണം. അവരെ മദ്ഹബ് ബാത്തിലാണ്, മാർഗം പൊളിവാണ്. എന്നിട്ട് ഹദീസിലുണ്ട്, മനിൻതഹറ സ്വാഹിബ ബിദ്അ, ബിദ്അത്തുകാരനോട് ഒരാൾ ഗൗരവമായി സംസാരിച്ചാൽ എന്തിന്റെ പേരിൽ? മാനക്കേടിലാക്കാനല്ല, അയാളെ വിശ്വാസം മോശമായതുകൊണ്ട്, നിന്റെ വിശ്വാസം ശരിയല്ല, നീ ഇപ്പൊ വിശ്വസിക്കുന്നതും ഇപ്പോൾ നീ പറയുന്നതും തെറ്റാണ് എന്ന് മയത്തോടെയല്ല ഗൗരവമായി സംസാരിച്ചാൽ അല്ലാഹു ഖൽബഹു അംനം വ ഈമാനാ, അവന്റെ ഖൽബിന് അല്ലാഹു തആല നല്ല നിർഭയത്വവും സുരക്ഷിതത്വവും വിശ്വാസവും നിറച്ചു കൊടുക്കും. ബിദ്അത്തുകാരനോടുള്ള വിയോജിപ്പിന്റെ പേരിൽ അല്ലാഹു കൊടുക്കുന്നതാണ്. വമൻ നഹാന സ്വാഹിബ ബിദ്അത്തിൻ, ബിദ്അത്തുകാരനെ ഒരാൾ അപമാനിച്ചാൽ, അവൻ വന്ന് സലാം പറഞ്ഞു, സലാം മടക്കിയില്ല, അതൊരു അപമാനം തന്നെയാണ്. എന്തിനാ മടക്കാതിരുന്നത്? എന്തേ ഞാൻ പറഞ്ഞിട്ട് മടക്കാത്തത് എന്ന് ചിന്തിച്ച് അവനൊന്ന് മടങ്ങട്ടെ, എന്നിട്ട് മടക്കാമെന്ന് കരുതിയിട്ടാണ്. വ്യക്തിപരമായിട്ടൊരു വിരോധവും ഇല്ല, അതൊരാളോടും പറ്റൂല. ആശയപരമായിട്ടുള്ള വിയോജിപ്പിന്റെ പേരിലാണ്. എന്തേ എന്റെ ബാപ്പ മരിച്ചിട്ട് നിന്നെ നിസ്കരിക്കാൻ കാണാതിരുന്നത്? നിന്റെ ബാപ്പ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളിയായതുകൊണ്ടാ കാണാതിരുന്നത്. നീ ഒരു പക്ഷേ ശരിയായിരിക്കും, പക്ഷെ അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായി പോയി. ഞങ്ങളൊന്നും വരണ്ടെന്നല്ലേ നേരത്തെ നിന്റെ ബാപ്പ ഞങ്ങളുടെ അടക്കം മുഖത്ത് നോക്കി പറഞ്ഞത്? ഖുർആൻ ഇവിടെ ഓതണ്ട, തഹ്ലീൽ ഇവിടെ ചൊല്ലണ്ട, അതൊന്നും ചൊല്ലിയിട്ടില്ലെങ്കിലും എനിക്ക് ഖബറിൽ സുഖത്തോടെ കിടക്കാൻ കഴിയുന്നല്ലേ പറഞ്ഞത്? കിടക്കാൻ കഴിയുന്നത് കൊണ്ടല്ല, ഈ അമലുകളോട് പുച്ഛമായിട്ടല്ലേ. അതുകൊണ്ടാണ് നിന്റെ ബാപ്പ മരിച്ചിട്ട് അങ്ങോട്ട് വരാതിരുന്നത്. വരാൻ പറ്റാത്തത് കൊണ്ടാണ് സുഹൃത്തെ, നടക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, ഒന്നും അറിയാത്തത് കൊണ്ടല്ല. ആ നിനക്ക് ആശയരംഗത്തുള്ള ബഹിഷ്കരണം നൽകിയാൽ ആമനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മിനൽ ഫസഇൽ അക്ബരി, നരകത്തിൽ പോകുന്ന ഭയവിഹ്വലമായ അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിന് സുരക്ഷിതത്വം കൊടുക്കും. വിദഗ്ധകാരെ കാണുമ്പോ ചിരിക്കണ്ട. ഒരു പ്രാവശ്യം ചിരിച്ചു പോയതാണ് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. 30 കൊല്ലം അള്ളാഹു ചോദ്യം ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഒരൊറ്റ പ്രാവശ്യം ചിരിച്ചു പോയതാണ്. മരണത്തിന്റെ ശേഷം ദർശനം കിട്ടിയ മഹാന്മാര് ഇബ്നുൽ മുബാറക് തങ്ങളോട് ചോദിച്ചു, മാ ഫഅല റബ്ബുക ബിക്, അവരും മുസ്ലിങ്ങളല്ലേ എന്നൊരു മേൽവിലാസത്തിൽ ഉമ്മമാരെ സർവ്വതിനും പോയി കൂട്ടുനിന്ന് കൊടുക്കണ്ട. ഈമാൻ കീറിപ്പാഞ്ഞു പോകും, ഈമാനിന് വിലയില്ലാതെയായി പോകും. എല്ലായിടത്തും കൊണ്ട് മൂപ്പര് തന്നെയാണ് മറ്റേടത്തും, അയാൾ തന്നെയാണ് അവിടെയും. അവിടെ പോയി നോക്കുമ്പോ അവിടെയും അയാൾ തന്നെയാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപമാനിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ സ്വീകരിക്കാനും സൽക്കരിക്കാനും അവന്റെ തജ്ഹീദിൽ പങ്കെടുക്കാനും ലോകമായിട്ട് ശുശ്രൂഷ കൊടുക്കാനും ഒക്കത്തിനും നീ തന്നെയാണ്. ഇവിടെ സുന്നി പ്രസ്ഥാന രംഗത്ത് അതിനും മുന്നിൽ നീയാണ്. ഇത് രണ്ടും കൂടി നടക്കൂല. ഒന്നുകിൽ നീ അവിടെ നിന്നോ, എന്നിട്ട് നിന്റെ ഈമാനിനെ വിറ്റോ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിൽ നിന്നിട്ട് സുന്നിയായി ജീവിച്ച് രക്ഷപ്പെട്ടോ. ഇബ്നുൽ മുബാറക് തങ്ങളോട് ചോദിച്ച് റബ്ബന്ത് ചെയ്തു? അതബനി, റബ്ബന്നെ ആക്ഷേപിച്ചു. വൗഖഫനി 30 സനാ, 30 കൊല്ലം ഒരേ ചോദ്യത്തിലായി അല്ലാഹു എന്നെ പിടിച്ചു നിർത്തി. ബിസബബി അന്നീ നളർതു ബില്ലുത്ഫി യൗമൻ ഇലാ മുബ്തദീൻ, ഒരു ബിദ്അത്തുകാരിലേക്ക് ഒരു സ്നേഹത്തിന്റെ നോട്ടം ഒരൊറ്റ ദിവസം നോക്കിപ്പോയ കാരണം കൊണ്ട് അല്ലാഹു തആല 30 ദിവസമാണ് എന്നെ ചോദ്യത്തിലായി നിർത്തിയത്. റബ്ബനോട് പറഞ്ഞു, ഇന്നക ലം തുആദി അദുബി ഫിദ്ദീൻ, ദീനിൽ എന്റെ ശത്രുവിനോട് നീ എതിർപ്പ് കാണിച്ചില്ല. അവൻ നോക്കിയിട്ട് ചിരിക്കാത്തത് ചിരി അറിയാത്തത് കൊണ്ടല്ല, പറ്റാത്തത് കൊണ്ടാണ്. ചിരി അറിയാത്തത് കൊണ്ടല്ല, പറ്റാത്തത് കൊണ്ടാണ് ചിരിക്കാത്തത്.
അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഒന്നാമത്തെ സഫിൽ മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന് എത്തുന്ന മുനാഫിഖാണ്. ഒന്നാമത്തെ സഫിൽ മുത്തുനബി തങ്ങൾക്ക് പിന്നിലെത്തുന്ന മുനാഫിഖാണ്. പക്ഷേ ഒരു തരി പോലും ഈമാൻ ആ മനുഷ്യന്റെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ ജനാസ മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മുനാഫിഖിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിമാരിൽ നിന്ന് ചില സംസാരം കേട്ടു. നിങ്ങളെ ബാപ്പക്ക് നബി നിങ്ങൾ നിസ്കരിക്കാൻ ചാൻസ് ഇല്ലാന്ന്. നബിയോട് പോയിട്ട് പറഞ്ഞു, നബിയെ എന്റെ അവസ്ഥ അറിയാമല്ലോ, കഴിവിന്റെ പരമാവധി അങ്ങേ വിശ്വസിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും ഞാൻ എന്റെ ബാപ്പയെ ക്ഷണിച്ചിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്, പലപ്പോഴും വാഗ്വാദങ്ങൾ നടത്തിയിട്ടുണ്ട്, ചികിത്സ കൊടുത്തിട്ടുണ്ട്. എന്റെ ബാപ്പയുടെ ജനാസ തങ്ങൾ നിസ്കരിക്കണം ഹബീബേ, നിസ്കരിക്കണ്ടെന്ന് ഓർഡർ വന്നിട്ടില്ല, അതുകൊണ്ട് തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലത്തെ ഭാഗത്തിൽ നിന്ന് പിൻഭാഗത്തിൽ നിന്ന് പതുക്കെയൊന്ന് നബി തങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചു. കുപ്പായത്തിനൊന്ന് പതുക്കെയൊന്ന് പിറകോട്ട് വലിച്ചു. അപ്പൊ തങ്ങളൊന്ന് നോക്കി. ഉമർ തങ്ങൾ ചോദിക്കാണ്, ഈ കിടക്കുന്ന മനുഷ്യനെ തങ്ങൾ നിസ്കരിക്കാണോ? ആദ്യമായിട്ട് തങ്ങളെ എതിർത്തിട്ട് എതിർപ്പിന്റെ സ്വരം മദീനയിൽ പുറപ്പെടുവിച്ചിട്ട് തങ്ങൾക്കെതിരെ കരുക്കൾ നീക്കിയത് ഈ മനുഷ്യനല്ലേ? ബനുന്ന ദീർഘാത്ത് കോടക്കാടെ കൂടിയിട്ട് കൊല്ലാനുള്ള ശ്രമം ആസൂത്രണം ചെയ്തത് ഈ മനുഷ്യനല്ലേ? തങ്ങളുടെ ഭാര്യക്കെതിരെ അപവാദ പ്രചരണം തുടങ്ങി വെച്ചത് ഈ മനുഷ്യനല്ലേ? ഇൽമുൽ ഗൈബ് തങ്ങൾക്ക് നിഷേധിച്ചത് ഈ മനുഷ്യനല്ലേ? തങ്ങളെപ്പറ്റിയും സ്വഹാബത്തിനെ പറ്റിയും നീചരാണ്, നിന്യരാണ് എന്ന് പറഞ്ഞത് ഈ മനുഷ്യനല്ലേ നബിയെ? തങ്ങൾ നിസ്കരിക്കാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നി ഖുയ്യിർതു, എനിക്ക് ഇഷ്ടം ചെയ്യാനുള്ള അധികാരമാണ് ഇപ്പോൾ ഉള്ളത്. നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം, നിസ്കരിക്കുന്നില്ലെങ്കിൽ വേണ്ട. പിന്നീട് ആ നിസ്കാരം അങ്ങോട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ട് അല്ലാഹു ആയത്തിറക്കി, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബ്രിഹി. ഇത്തരക്കാരിൽപ്പെട്ട ആര് മരിച്ചാലും തങ്ങൾ നിസ്കരിക്കരുത്, ഖബറും പുറത്ത് നിന്ന് ചെയ്യുക പോലും ചെയ്യരുത്. ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. ഇതുപോലെ ജമാഅത്തിന് വരുന്ന, ഇതുപോലെ ജുമുഅക്ക് വരുന്ന ആളുകൾ അവര് മുസ്ലിങ്ങളാണ് എന്നല്ല അല്ലാഹു പറഞ്ഞത്. ബാങ്ക് കേട്ടിട്ട് പള്ളിയിൽ വരുന്നവർ തന്നെയാണ് കഫറൂ ബില്ലാഹി വറസൂലിഹി, അവർക്ക് അല്ലാഹുവിലും റസൂലിലും വിശ്വാസമില്ല. വമാതു വഹും ഫാസിഖൂൻ, ആ ദുർവിശ്വാസവുമായിട്ടാണ് അവർ മരിച്ചുപോയത്, ദുർനടപടികളുമായിട്ടാണ് മരിച്ചുപോയത്. അതുകൊണ്ട് തങ്ങൾ നിസ്കരിക്കരുതേ നബിയേ. പിൽക്കാലത്ത് നിങ്ങൾ നോക്ക് സ്വഹാബത്തിന്റെ ശൈലി. ഹുദൈഫ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവോട് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ആ പറഞ്ഞു തന്നത്? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, മുനാഫിഖീങ്ങളുടെ ലിസ്റ്റും അഡ്രസ്സും ആണ്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കും, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉണ്ടോ എന്ന്. ആരെങ്കിലും മരിച്ചാൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു സ്ഥലം പെടും, കേൾക്കണ്ട. ഈമാനാണ് സ്വഹാബത്തിന്റെ ഈമാൻ. മരിച്ചെന്ന് കേൾക്കുമ്പോഴേക്കാണ് പോയി നിസ്കരിക്കലല്ല. ആരെങ്കിലും മരിച്ചു കേൾക്കുമ്പോഴേ ആരെങ്കിലൊക്കെ കൈയ്യെട്ടിയാൽ ബാക്കിൽ പോയി തുടരില്ല. ഇനി നിസ്കരിക്കുന്ന ആള് പക്കാ മുബ്തദിയാണെങ്കിലും ബാക്കിൽ എങ്ങനെ കൈയ്യെട്ടി തുടരില്ല? അവൻ ദീനിന്റെ എതിരാളി തന്നെ. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഒരു ക്രിസ്ത്യാനിയും ഒരു ഹൈന്ദവ സഹോദരനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയാത്തതും എഴുതാത്തതും എഴുതാൻ മടിക്കുന്നതുമല്ലേ ഇവർ എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതൊക്കെ. നമ്മളോട് അവരോട് എതിർപ്പുള്ളത് ആശയത്തിന്റെ പേരിൽ മാത്രമാണ്. അത് പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. വേറൊന്നുകൊണ്ടുണ്ടായിട്ടില്ല. അവരെന്തെങ്കിലും തരാത്തോണ്ടോ തന്നത് മുടങ്ങിപ്പോയതുകൊണ്ടോ ഈ തരൂല എന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല. വേറൊരു വിഷയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു എന്നത് വലിയ പണ്ഡിതനാണ്, ഒരുപാട് ശിഷ്യന്മാരുടെ വലിയ ഉസ്താദാണ്. ആ ശിഷ്യന്മാരൊക്കെ പിൽക്കാലത്ത് വലിയ പണ്ഡിതന്മാരായി മാറിയവരാണ്. ആ ഉസ്താദിനെ അല്ലാഹു തആല ചോദ്യം ചെയ്യാൻ നിർത്തിയത്
30 കൊല്ലം. നമ്മളത് മറക്കരുത്. ക്ഷണിക്കേണ്ടവരെ ക്ഷണിക്കണം, വിടേണ്ടവരെ വിടണം. കൽപ്പിക്കപ്പെട്ടതുപോലെ ഉറച്ചു നിൽക്കണം. അല്ലാഹുവിന്റെ ഹബീബിന് നരബാധിച്ച വാക്യം ഇതാണ്. സൂറത്ത് ഹൂദാണ് എന്നെ നിരപ്പിച്ചത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശയ്യബത്തിനി ഹൂദ്. ഹൂദ് സൂറത്താണ് എനിക്ക് നരബാധ നൽകിയത്. എന്തേ കാരണം? ഹൂദ് സൂറത്തിൽ ഒരു കൽപ്പനയാണ്, വസ്തഖിം കമാ ഉമിർത. എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നിന്നോളണം. മാറാൻ പറ്റൂല, തിരുത്താൻ പറ്റൂല, ചിന്തിക്കാൻ പറ്റൂല. വസ്തഖിം കമാ ഉമിർത. എങ്ങനെയാണോ വഹ്യ് നൽകപ്പെട്ടത്, കൽപ്പിക്കപ്പെട്ടത്, അതിൽ ഉറച്ചു നിൽക്കണം. അതാണ് ശരിയായ മാർഗം. ലിഅന്നഹു കാന മുസ്തഖീമാ. ശരിയായ മാർഗം അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഈ ഉറച്ചു നിൽക്കുന്ന മാർഗത്തിൽ, ഈ ഉറച്ചു നിൽക്കുന്ന വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ആയത്താണ്. ഇത് വല്ലാത്തൊരു കൽപ്പന തന്നെയാണ്, അല്ലാഹുവിന്റെ കൽപ്പന. വലാ തത്തബി അഹ്വാഅഹും. അതേ, പിഴച്ചുപോയ ആളുകൾ, മുശ്രിക്കുകളും അതുപോലെയുള്ള ആളുകളും അവരുടെ ഇഷ്ടങ്ങൾക്ക് പിൻപറ്റി പോകരുത്. വഖുൽ, തങ്ങൾ പറഞ്ഞേക്കണം, ആമന്തു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്. അല്ലാഹു ഇറക്കി തന്ന മുഴുവൻ കിതാബ് കൊണ്ടും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ജൂതന്മാരങ്ങനെയല്ല, ചിലത് വിശ്വസിക്കും, ചിലത് തള്ളിക്കളയും, ചിലത് ഇല്ല എന്ന് പറയും, ചിലത് ഉണ്ട് എന്ന് പറയും. അതിന് ഞാനില്ല. അല്ലാഹു ഇറക്കിയ നിയമങ്ങൾ മുഴുവനും അംഗീകരിച്ചു. എന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കൂല എന്ന് പറയുന്നില്ല. ആമന്തു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ് വഉമിർതു ലിഅദില ബൈനകും. നിങ്ങൾക്കിടയിൽ നീതി പാലിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ സ്ഥാനമുള്ളവനും സ്ഥാനം കുറഞ്ഞവനും, സാധാരണക്കാരനും പ്രത്യേകതയുള്ളവനും, കുടുംബമുള്ളവനും കുടുംബമില്ലാത്തവനും എല്ലാവരും എനിക്ക് സമമാണ്. വഉമിർതു ലിഅദില ബൈനകും. നിങ്ങൾക്കിടയിൽ നീതി പാലിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പറയട്ടെ, അല്ലാഹു റബ്ബുനാ വ റബ്ബുക്കും. അല്ലാഹു നമ്മുടെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്. നമ്മളെ സൃഷ്ടിച്ചത് പരിപാലിച്ചത് അല്ലാഹുവാണ്. മുശ്രിക്കുകളെ, നിങ്ങൾ ആരാധിക്കുന്ന സ്വനമുകളല്ല, നിങ്ങളുടെ ഇച്ഛപ്രകാരം നിങ്ങൾ ഉണ്ടാക്കിയ ആരാധ്യ വസ്തുക്കളല്ല സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. നമുക്ക് ചില കർമ്മങ്ങളുണ്ട്, അതിന്റെ സവാബ് നിങ്ങൾക്ക് തരൂല. വലക്കും അഅ്മാലുക്കും. നിങ്ങൾ ചില കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ആ നന്മകൾ നമ്മൾ നേടിയെടുക്കുന്നില്ല. നിങ്ങളുടെ പരിക്കോ അത് ചുമക്കാൻ നമ്മളുമില്ല. ലാ ഹുജ്ജത ബൈനനാ വ ബൈനക്കും. നിങ്ങൾക്കും നമുക്കിടയിൽ ഒരു തർക്കവുമില്ല, ഒരു തെളിവും ഇനി പറയേണ്ടതില്ല, എല്ലാം ബോധ്യപ്പെട്ടതാണ്. അല്ലാഹു യജ്മഉ ബൈനനാ. നമുക്കിടയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടും ഒരു ദിവസം. വ ഇലൈഹിൽ മസീർ. അല്ലാഹുവിലേക്കാണ് മടക്കം. അതുകൊണ്ട് ദീനിലേക്ക് ക്ഷണിക്കണം. ഈ ആയത്തിൽ 10 കാര്യങ്ങളാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, ഒന്നും രണ്ടുമല്ല. അതിലാദ്യം പറഞ്ഞത് ദീനിലേക്ക് ജനങ്ങൾക്ക് ദഅവത്ത് നടത്താൻ എല്ലാവരും ക്ഷമിക്കണം. ഫലിദാലിക ഫദ്ഉ. സംശയങ്ങൾ വരും, ഭിന്നിപ്പുകൾ വരും. ദീനിലേക്ക്, സത്യത്തിലേക്ക് ക്ഷണിക്കണം. സ്വന്തം മകനാണ് സംശയം വരുന്നത്. നാട്ടിലായപ്പോ കുഴപ്പമൊന്നുമില്ല, വിദേശത്ത് പോയി വന്നപ്പോഴേക്ക് സംശയം. അവന് ശരിയായി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ബാപ്പയുടെ മേൽവിലാസം നഷ്ടപ്പെടും. ഒന്ന് തെറ്റിപ്പോയി, ബാക്കിയൊക്കെ ഉഷാറായിരുന്നു. അതിൽ അലംഭാവം കാണിക്കരുത്. ഓൻ അങ്ങനെ ആയിക്കോട്ടെ, മറ്റോൻ ഓൻ ഇങ്ങനെ ആയിക്കോട്ടെ. നാട്ടിലെല്ലാം കൂടി വേണല്ലോ. ഒരു കടലിൽ എത്ര മീനുകളുണ്ട്, അങ്ങനൊക്കെ ഉദാഹരണം പറയും. ഒരു കടലിൽ എത്ര മത്സ്യങ്ങളുണ്ട്, അതുപോലെ ഒന്നങ്ങനെ ഇന്നോട്ടെ, ഒന്നിങ്ങനെ ഇന്നോട്ടെ, ഒന്ന് മറ്റേൽക്കുന്നോട്ടെ. അങ്ങനല്ലേ? ഒരു സങ്കരനാകുമ്പോഴല്ലേ സമൂഹത്തിൽ ഒരു സൗന്ദര്യം ഉണ്ടാകുള്ളൂ. അങ്ങനെ വേണ്ട, ഒരേ അസുല്ല് അള്ളാഹു അങ്ങനെ നിലനിർത്തി തരട്ടെ. ഒരേ അസു. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സന്താന പരമ്പരകൾ മുഴുവനും സ്വാലിഹീങ്ങളായി മാറാനുള്ള കാരണം മഹാനവറുകളുടെ പ്രാർത്ഥന. നിങ്ങൾ കേട്ടില്ലേ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന? അസ്ലിഹ്ലി ഫീ ദുരിയത്തി, അസ്ലിഹ്ലി ഫീ ദുരിയത്തി. ആ പരമ്പര ഒന്നുണ്ട്, അതാണ് മഖ്ദൂം പരമ്പര എന്ന് പറയുന്നത്. അള്ളാഹു നിലനിർത്തിയ പരമ്പരയാണ്. അസ്ലിഹ്ലി ഫീ ദുരിയത്തി. എന്റെ സന്താനങ്ങളിൽ ഒക്കെ നീ വിശ്വാസികളെ തരണം, മുഅ്മിനീങ്ങളെ തരണം. മുഅ്മിനല്ലാത്തവർ വന്നിട്ട് സന്താന പരമ്പര അറ്റുപോകരുതല്ല. എന്റെ സന്താനങ്ങളിൽ മുഅ്മിനീങ്ങളെ തരണം.
അങ്ങനെ തന്നെയല്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ദുആ ചെയ്തു. സന്താനങ്ങളിൽ സലാഹിയത്ത് തരണമെന്നല്ലേ ദുആരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ തലമുറകൾ അവരെ ക്ഷണിക്കണം. സ്വന്തത്തെയും കുടുംബത്തെയും ഒക്കെ ദീനിലേക്ക് ക്ഷണിച്ച് ദീനീ മാർഗങ്ങളിൽ, വിശ്വാസ മാർഗങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നവരാക്കി മാറ്റണം. അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്, സ്വാലിഹീങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവർ സ്വീകരിച്ച മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ഈ ആയത്തിൽ ഒരു വചനം കുറെ പറയേണ്ടതാണ്, ഞാൻ ചുരുക്കാണ്. വസ്തഖിം കമാ ഉമിർത. അതൊരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. കൽപ്പിക്കപ്പെട്ടതുപോലെ ശരിയായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കും. അതിന് കുറെ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അതൊന്നും അല്ല, സങ്കടപ്പാടായിട്ട് കൂട്ടാതെ അള്ളാഹു അങ്ങനെയാണ് വെച്ചത് എന്ന നിലക്ക് ഒഴിവാക്കേണ്ടി വരും. കൽപ്പിക്കപ്പെട്ടതുപോലെ ശരിയായ മുസ്തഖീമായ വഴിയിൽ നിൽക്കണമെങ്കിൽ ചില സംഗതികളൊക്കെ നമുക്ക് അത്യാവശ്യമായി വന്നു എന്ന് ഒഴിവാക്കേണ്ടി വരും. എന്നാലേ ആ പറഞ്ഞ കൽപ്പന അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയും. അത് അല്ലാഹു തആലാന്റെ കൽപ്പന നമുക്കും ബാധകമാണ്. വസ്തഖിം കമാ ഉമിർത. നേരെ തൊട്ടുപുറത്ത് പിന്നെ ഹൂദ് സൂറത്തിൽ പറഞ്ഞത് വലാ തത്ഗൗ. ഈ കൽപ്പിക്കപ്പെട്ടതുപോലെ ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വരും? പിന്നെ പിഴവ് വരും. വലാ തത്ഗൗ, നിങ്ങൾ പിഴക്കരുത്, വഴികെട്ടവരാകരുത്, യഥാർത്ഥ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, നമ്മെ അള്ളാഹു അതിന് സഹായിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സമയമായി. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നാളെയും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ പഠിക്കാനും കേൾക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ പകർത്തുന്ന വിഷയങ്ങളൊക്കെ കാര്യഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വരെയും സഹായിക്കുമാറാകട്ടെ.